നമ്മൾ ഫ്രണ്ട്സ് അല്ല. ക്ഷമയുടെ ജാതകത്തിലുണ്ട് ഒരു ദിവസം ഒരു കള്ളമെങ്കിലും പറയും. അതാണ് ഇപ്പൊ പറഞ്ഞത്. എനിക്ക് സത്യമായിട്ട് ഇവരെ പിടിച്ച് എല്ലക്കാൻ തോന്നുന്നുണ്ട്. ആ അതും പറഞ്ഞു. ജയറാമിനെ നോക്കുമ്പോ എനിക്ക് ചിരിയാണ് പറഞ്ഞത്. ആദ്യം എന്നെ കഷണ്ടിന്ന് പറഞ്ഞു. കുറച്ച് ജയറാമിന്റെ മോൻ നോക്കുമ്പോ എനിക്ക് ചിരി വരണം. എടാ ഉള്ളതൊക്കെ പറയാ. ഒത്തിരി ചിരിച്ച ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇത്. എന്തായാലും കാണുന്ന പ്രേക്ഷകർക്ക് ഒത്തിരി ചിരിക്കാനുള്ള ഒരു എപ്പിസോഡ് തന്നെയാക്കിയത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഊന്നി പറയുകയാണ് സുഹൃത്തുക്കളെ. നമസ്കാരം, ദി മല്ലു മൈക്കിൽ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ജയറാം ആൻഡ് ക്ഷമ. വെൽക്കം ടു ദി ഷോ ഗൈസ്. സോ ഞാൻ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ഫണ്ണായിട്ട് ഭയങ്കര റിയൽ ആയിട്ട് സംസാരിക്കുന്ന രണ്ടുപേരാണ്. നമുക്ക് ഇവരുടെ കൂടുതൽ കഥകൾ ഇനി കേൾക്കാനുണ്ട്. സോ എനിക്ക് ഫസ്റ്റ് നിങ്ങൾ രണ്ടുപേരോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്തെടുത്ത്? നിങ്ങളുടെ ഈ ശരിക്കും ഓഫ് സ്ക്രീനായിട്ടുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ബോണ്ട് നിങ്ങളുടെ ഓൺ സ്ക്രീനിൽ നിങ്ങൾ എത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നീ പറയുന്നതാ ഞാൻ പറയാം. ലേഡീസ് ഫസ്റ്റ്. ആദ്യം ഒരു 1.5 വർഷമായില്ലേ ക്ലീഷ തുടങ്ങി. ഐ മീൻ ഞാൻ ജോയിൻ ചെയ്തിട്ട് അതിന് തൊട്ട് കുറച്ച് മാസം മുമ്പാണ് ക്ലീഷ തുടങ്ങിയത് അല്ലേ, 2024. അപ്പോൾ ആദ്യം കണ്ട സമയത്ത് ഭയങ്കര ഇതേപോലെയായിരുന്നു, ഭയങ്കര മസിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ അടുത്ത സ്കെഡ്യൂൾ മുതൽ ആള് മാറി. എന്താ പറയാ, പിന്നെ എനിക്കൊരു സ്വയം തന്നിട്ടില്ല. ലൈക്ക് അയ്യടാ അങ്ങനെയൊന്നല്ല, അവൻ ഒട്ടും സ്വയം തരാറില്ല. ഭയങ്കര വെറുപ്പിക്കലാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, അതിപ്പോൾ തന്നെ പറയാല്ലേ, എപ്പോഴും എന്നെ കാണുമ്പോൾ ഇപ്പോൾ പുറത്ത് പോകുമ്പോഴും കുറേ കൂട്ടം ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോഴൊക്കെ എല്ലാവർക്കും ചോദിക്കേണ്ട ഒരു ചോദ്യം മെയിനായിട്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് എവിടെ? ചേച്ചിയുടെ ഹസ്ബൻഡാണോ ജയറാം ചേട്ടൻ? ഞങ്ങളായിട്ട് ഹസ്ബൻഡ് വൈഫ് ആക്കി. ഇപ്പോൾ കമൻസിലായാലും ചേച്ചിയുടെ ഹസ്ബൻഡാണോ, ചേച്ചി നിങ്ങൾ മാരീഡ് ആണോ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ? ഇതാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിനൊരു വീഡിയോ എടുത്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും അതല്ല, ഞങ്ങൾ ഫ്രണ്ട്സാണ്. 1.5 വർഷമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഇന്നൊരു കമന്റ് ഞാൻ കണ്ടു, എന്തായാലും നിങ്ങൾ ഒന്നിക്കാൻ ഇടവരട്ടെ എന്നൊക്കെ പറഞ്ഞൊരു ബ്ലെസ്സിങ്. പക്ഷെ ഞങ്ങൾ ഫ്രണ്ട്സ് തന്നെയാണ്. ജയറാമിന് അയ്യോ വേണ്ട ആണോടാ, ഞാൻ അത്രയും മോശമാണോ? അങ്ങനെയല്ല, ഇപ്പം നമ്മള് സീൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഞാനാണെങ്കിലും ക്ഷമയാണെങ്കിലും ഒരു സംഭവം വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഇപ്പം എന്ത് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ കംഫർട്ടാണോ അത് അങ്ങനെ ചെയ്യുന്നതിൽ കംഫർട്ടാണോ എന്ന് ഞാൻ പരസ്പരം ചോദിക്കാറുണ്ട്. അപ്പം ആ കുഴപ്പമില്ലാതെ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ തള്ളുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഒരു അത് ആ സീനിനെടുത്തിട്ട് നോക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം മേ ബി അതിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷൻ, ആ ഒരു സിങ്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ട്, ഇപ്പം വഴക്കൂടനാണെങ്കിലും ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്നതാണെങ്കിലും അപ്പം അങ്ങനെ ഒരു സിങ്ക് തോന്നിയോണ്ടായിരിക്കും അവർക്കത് തോന്നുന്നത്, നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണോ എന്നുള്ളൊരു തോന്നുന്നത്. അതങ്ങനെ അത്രയും നല്ലൊരു കെമിസ്ട്രി വർക്ക് ഔട്ട് ആവാൻ കാരണവും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം എനിക്ക് കംഫർട്ടബിൾ ആണ് ഓരോ കാര്യങ്ങൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുമ്പോഴും. ഇപ്പോൾ ഒരു ആദ്യരാത്രി അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവിടെ ഭയങ്കര സ്നേഹം വേണം എന്നൊക്കെ ഡയറക്ടർ പറയുമ്പോൾ നമ്മളത് എത്ര മാറി നിന്നാലും കാര്യമില്ല അല്ലേ. നമുക്കത് അഭിനയിച്ച് ആൾക്കാർക്ക് ആ ഒരു ഫീൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് അത്രയും നന്നായി ചെയ്യണം. അപ്പം ഞങ്ങളത് പ്ലാൻ ചെയ്യും, നമുക്കിത് ഇങ്ങനെ. അപ്പം ജയറാം ചോദിക്കും, ഞാൻ ഇങ്ങനെ പിടിച്ചാൽ കുഴപ്പമുണ്ടോ, ഞാൻ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ? ഞാനില്ല കുഴപ്പമില്ല, ഓക്കെയാണ്. ഇങ്ങനെ ഹഗ് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു മ്യൂച്വൽ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ആ സീൻ അത് അത്രയും വാല്യൂബിൾ ആയിരിക്കും. ആ സീൻ എത്രയാണ്. പിന്നെ അങ്ങനെ ഒരു എക്സ്റ്റെൻഡിലും നമ്മളങ്ങനെ പോവാറില്ല. മാക്സിമം നമുക്ക് അതിനെ എങ്ങനെ ഒരു കെമിസ്ട്രി ഇതാക്കി എടുക്കാന്നുള്ളത് നമ്മൾ നോക്കി. ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കാനാണെങ്കിൽ അതിൽ ആ ഫേസിൽ എക്സ്പ്രഷനിലൊക്കെയാണ് കൂടുതലും കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. അത് ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒട്ടും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ജയറാം തന്നിട്ടില്ല. അപ്പൊ അതത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു എന്റെ കഴുത്തിൽ ആദ്യമായി താലി കെട്ടുന്ന ആള് ജയറാമാട്ടോ. അത് ഫേക്ക് ആയിട്ടല്ല, അത് വലിയ സ്റ്റോറി ഒന്നുമല്ല. ഞങ്ങളൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യണ സമയത്ത് അമ്പലത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഷൂട്ട്.
അപ്പൊ അവിടുത്തെ തിരുമേനി ശരിക്കും വിചാരിച്ചത് ശരിക്കുള്ള കല്യാണാണെന്ന്. അപ്പൊ ആ പുള്ളി അത് ആ താലി അവരിതൊക്കെ കൊടുത്തപ്പോ ശരിക്കും പൂജയൊക്കെ ചെയ്ത് എല്ലാം കറക്റ്റ് ആയിട്ട് ശരിക്കും കല്യാണം ആണെന്ന് തന്നെ വിചാരിച്ചിട്ട്, പിന്നെ വീഡിയോ ഇതൊക്കെ കണ്ടപ്പോൾ ആള് വിചാരിച്ചു ഓക്കെ കല്യാണം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്ന ക്യാമറയും കാര്യങ്ങളൊക്കെയാണെന്നാണ് ആള് വിചാരിച്ചത്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അയ്യോ ആക്ച്വലി അകത്ത് പൂജയുടെ ഇതല്ല, പുറത്ത് വന്നിട്ട് പുള്ളി കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിക്കാൻ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട്, എന്താണ് ഒരു സീനിന് ഇതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നിന്ന് പറഞ്ഞിട്ടില്ല എന്താണ് നടക്കുന്നതെന്നുള്ളത് പറഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി. അങ്ങനെ പുള്ളി ആ സമയം നിന്ന് ചെയ്തപ്പോഴത്തേക്കും ചന്ദനം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കണം, ആ കൈ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ പുള്ളി പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ അങ്ങനെ പോയപ്പോഴത്തേക്ക് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി പുള്ളി അത് കാര്യമായിട്ടാണ് എടുത്തിരുന്നത് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് അത് റിയലിസ്റ്റിക് ആയിട്ട് വന്നു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു നീ എന്നെ അഴിക്കണം, ഞാൻ തന്നെ അഴിച്ചെടുക്കുകയും ചെയ്യും. മര്യാദക്ക് അഴിച്ചാന്ന് പറഞ്ഞു. ചിലപ്പോ അങ്ങനെ ഒരു യോഗ ഉണ്ടാവും ചിലരൊക്കെ പറയില്ലേ, അത് കല്യാണത്തിന്റെ അന്ന് തന്നെ ഡിവോഴ്സ് ആയി. അതെ, അല്ല നമ്മൾ ചിലരും അറിയില്ലേ അടുത്ത ശരിക്കുള്ള കല്യാണം ഇതെന്തോ മിസ്റ്റേക്ക് ആണ്, അപ്പൊ അടുത്തത് വേറെന്തോ വാഴേനെ കെട്ടണം. അങ്ങനെയല്ല, അങ്ങനെയല്ല, പരസ്പരം ഞങ്ങൾ അങ്ങനെ തന്നെ. അതങ്ങനെ തീർന്നു, ആ യോഗ അങ്ങനെ തീർന്നു കിട്ടി. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. ഓക്കെ. ആൻഡ് നിങ്ങളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ, ക്ഷമ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ജയറാം വന്നിട്ട് നോക്കി നിൽക്കുന്ന കുറച്ച് ഇറിറ്റേറ്റ് ചെയ്യുന്നു. അപ്പൊ ക്ഷമ എന്താടാ പോടാ, അങ്ങനെ മീൻസ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെയാണല്ലോ. അപ്പൊ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ശരിക്കും ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ സംസാരിക്കുന്ന പോലെ തന്നെ, അവരുടെ ഒരു ഫൈറ്റ് പോലെ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെയാണോ നിങ്ങൾ ഓൺ സ്ക്രീന് ശരിക്കും ആ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണോ? ഒരിക്കലല്ല, വീഡിയോയില് വളരെ കുറച്ചേ ഉള്ളൂ. ഇതിന്റെ സ്വഭാവം ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടൊക്കെയാണ് ഷൂട്ടിന് പോവാറ്, അതായത് എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രത്തേക്ക്. അപ്പൊ ചിലപ്പോൾ രാത്രി 3 മണി 2 മണിയൊക്കെ ആവും എത്തുമ്പോൾ. അപ്പൊ പിറ്റേ ദിവസം ഷൂട്ടിന് നേരെ പോവാണ് രാവിലെ തന്നെ. അപ്പൊ ഞാൻ ചിലപ്പോൾ ഡയറക്ടറോട് ചോദിച്ചിട്ട് പുള്ളി ചിലപ്പോൾ എനിക്ക് ചേച്ചി 1 മണിക്കൂർ ഉറങ്ങിക്കോ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഓക്കെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സുഖമായിട്ട് ഉറങ്ങാനൊക്കെ വേണ്ടി പോണ സാധനത്ത് എന്താ പറയണ്ടെന്നറിയോ, ഇങ്ങനെ വന്ന് ശല്യം ചെയ്ത് ഞാൻ പറഞ്ഞു ചേരാമേ ഞാൻ അവിടെ സമ്മതം ചോദിച്ചിട്ടാണ് അവിടെ വന്ന് കിടന്ന് ഉറങ്ങുന്നത്, നീ ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഞാനിവിടെ ബോറടിച്ചിരിക്കില്ലേ. എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നിയിട്ടുള്ള വെറുപ്പിക്കൽ എന്ന് തോന്നിയിട്ടുള്ള ഇവനായിട്ട് കമ്പനി ആവണ്ടായിരുന്നു. ഒന്നും ചെയ്യില്ലെന്നൊന്നുമില്ല, അടുത്ത ഞാൻ ഉറങ്ങുമ്പോഴത്തേക്ക് എന്താ അതുപോലെ ചെയ്യണ്ടേ, നമ്മളൊരു പാലം പണി പ്രതികാരം ചെയ്യണ്ടേ. അങ്ങനെ അത്രയും വീഡിയോയില് ശരിക്കും കണ്ടത് വളരെ കുറച്ചാട്ടോ. റെസ്റ്റ് വേണം ഒക്കെയാണ്, പക്ഷെ ഇങ്ങനെ കിടന്ന് ഭയങ്കര രീതിയിൽ ഉറങ്ങുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ അസൂയല്ല, ഞാനും രാവിലെ എണീക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കും ഉറക്കമുണ്ട്. അപ്പൊ ഞാൻ എല്ലാവരും അവിടെ ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോ ഇവ രാവിലെ കറക്റ്റ് എല്ലാം ചെയ്യുന്ന ആളാന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ വന്നിട്ട് എന്നിട്ട് ഇവൻ നൈസായിട്ട് എവിടെയും പോയി പതിഞ്ഞ് ഇങ്ങനെ കിടന്ന് ഉറങ്ങണ കാണാം, നല്ല അന്തസ്സായിട്ട്. അവസ്ഥ ഇതാണ് ശരിക്കും പറഞ്ഞ ഇവ മഹാ അന്തസ് വേണോടാ അന്തസ്. അലമ്പാണ് ഈ കാണുന്ന ഡീസൻസി ഒന്നല്ല കേട്ടോ. ഇല്ല, ഫസ്റ്റ് ഡേ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോഴേ നിങ്ങൾക്ക് എന്തായാലും ഒരു ഫസ്റ്റ് ഒരാളെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു തൊട്ട് എന്തായാലും വരും. എനിക്ക് ക്ഷമയെ അതിന് മുമ്പേ അറിയായിരുന്നു. അതായത് രാജേഷ് തലസിലെന്ന് പുള്ളിയുടെ മുന്നേ സൂസു എന്ന് പറഞ്ഞ ഇതിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് തന്നെ സാറിന്റെ തന്നെ വേറൊരു പ്രോജക്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ലേഡീസ് റൂം എന്ന് പറഞ്ഞിട്ടൊരു ഇത് പോകുന്നു. അപ്പൊ അന്ന് ആ സമയത്ത് ക്ഷമ അതിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ അതിൻ്റെ റൈറ്റർ ഇങ്ങനെ വീഡിയോസ് എന്തോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പുതിയതായിട്ട് വന്ന ആളാണെന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പം ഡാൻസ് കളിക്കുന്ന വീഡിയോസ് അങ്ങനെ അപ്പം ഞാൻ അവിടെ പുതിയ ഒരാൾ വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു ഇത് എനിക്ക് അറിയാവുന്നു. പിന്നെ ക്ലീഷേ തുടങ്ങി 2ാമത്തെ മാസം 3ാമത്തെ മാസം അങ്ങനെ എന്തോ ഒക്കെ ഇപ്പം ക്ഷമ വന്നു, ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു പ്രോജക്റ്റ് നമുക്ക് അല്ലാതെ ചെയ്യാനിരിക്കുകയായിരുന്നു, ക്ഷമയും എന്നെയും വെച്ചിട്ട് ചെയ്യാനിരിക്കുകയായിരുന്നു. അത് വേറൊരു ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ചെയ്യാനിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ ഇത് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ക്ഷമയെ വിചാരിതമായിട്ട് അവിടെ വെച്ച് കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചു ആ സമയത്ത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് പിന്നെ. അപ്പൊ ആദ്യം കണ്ട ഇത് നല്ല ചോദിച്ചത്, ആദ്യം കണ്ടപ്പോ എനിക്ക് നല്ലൊരു മനുഷ്യനായിട്ട് അപ്പൊ ഇപ്പൊ എനിക്കും നല്ലൊരു ഇതായിട്ടാണ് തോന്നിയത്. പക്ഷെ അല്ല ആക്ച്വലി നല്ല മനുഷ്യനാട്ടോ. നമുക്ക് എന്താ പറയാ നല്ലൊരു ഫ്രണ്ട് ആക്കാൻ പറ്റുന്ന ഒരു പേഴ്സൺ തന്നെയാണ്.
കുറിച്ച് വേറെ എന്തെങ്കിലും പറഞ്ഞോ? നല്ല ഫ്രണ്ടാണ് കേട്ടോ, ക്ഷമയും നല്ല ഫ്രണ്ടാണ്. പക്ഷെ ജയറാമിന്റെ നോട്ടത്തിൽ അങ്ങനെയല്ല കേട്ടോ. ജയറാം ആണെങ്കിൽ SKJ ടോക്സിലാണല്ലോ ഫസ്റ്റ് എൻട്രി, എങ്ങനെയാണല്ലോ, എങ്ങനെയാണ് അതിലേക്ക് ഒരു കോള് വന്നത്? അതിൽ ആക്ച്വലി ഞാൻ ആക്ച്വലി പുറത്തായിരുന്നു, ദുബായിലായിരുന്നു. ഞാൻ കുവൈറ്റിൽ പോകാൻ വന്നിരുന്ന സമയമാണ് കൊറോണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും സ്റ്റക്കായി നിന്ന സമയത്ത് തന്നെ എൻ്റെ ഫ്രണ്ടാണ് SKJ ടോക്സിൻ്റെ ചെയ്യുന്നത്, സുജിത്ത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ ചോദിച്ചു, സുജിത്ത് എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞാൽ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ അയച്ചു തരും. അന്ന് ഈ ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം അതിലുള്ള 2-3 വീഡിയോസൊക്കെ അയച്ചാൽ പിന്നെ ഒരു മാസത്തേക്ക് യാതൊരു അനക്കവും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവർ ഫാമിലി ആയിട്ട് ചെയ്യണോണ്ട് വിളിക്കാനുള്ള ബുദ്ധിമുട്ട് കാണണമെന്ന് വിചാരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം വിളിക്കുകയാണ് എന്നെ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു നെഗറ്റീവ് റോൾ ഉണ്ട്, ചെയ്യാവോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പ്രശ്നമില്ല, എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് തുടങ്ങിയത് SKJ ആയിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെ സാർ എന്നെ, രാജു സാർ എന്നെ വിളിച്ചായിരുന്നു സൂസു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് നടന്നുകൊണ്ടിരുന്ന അത് കഴിയാറായ സമയത്താണ് ക്ലീഷേ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഈ SKJയുടെ സ്റ്റോറി വന്നപ്പോൾ സ്റ്റോറിയൊക്കെ ഫുള്ള് വായിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് വന്ന് ചെയ്തതാണ്? ഉള്ളിൽ പാഷൻ പണ്ടേ ഉണ്ടായിരുന്നു, എനിക്ക് അഭിനയം എന്നുള്ളൊരിത് ഉണ്ടായിരുന്നു. പക്ഷെ അത് എങ്ങനെ അത് വഴിതിരിച്ചത് കറക്റ്റ് ഒരു ഇതിലോട്ട് പോകാനുള്ളൊരിത് ഇല്ലായിരുന്നു. അപ്പോൾ അതിന് SKJയിൽ വന്നതിന് ശേഷം, സാറ് കണ്ടതിന് ശേഷമൊക്കെയാണ് പിന്നെ അത് എങ്ങനെ പോകണം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. നമ്മുടെ ഉള്ളിലെ ആഗ്രഹം മാത്രമല്ല, ഓരോ കാര്യങ്ങൾ പുതിയത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ അറിവ് കിട്ടുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് അറിവുകൾ ഇതിൻ്റെ ഇടയിൽ കുറേ ആദ്യത്തെ 3 മാസമൊക്കെ സൂസു ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വളരെ കഷ്ടപ്പെട്ടിരുന്നു. കാരണം ഞാൻ ചെയ്യുന്നത് ശരിയാണോ, സാർ അതുകൊണ്ട് കംഫർട്ടാണോ, അങ്ങനെയൊക്കെ ഉള്ളത്. പ്രത്യേകിച്ച് മല്ലിയമ്മയുടെ മൂത്ത മകനായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം എനിക്ക് അതും ഒരു ഇതാണ്. കാരണം മല്ലിയമ്മയ്ക്ക് ഷോർട്സ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും, പക്ഷേ മല്ലിയമ്മ ഭയങ്കര ഇതായിരുന്നു. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ അമ്മ, നമ്മൾ വിചാരിക്കും അയ്യോ അമ്മ ഇങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അത്രയും കംഫർട്ടാക്കിയാണ് നമ്മൾ അഭിനയിപ്പിച്ച്, മോനെ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെ പ്രത്യേകിച്ച് അമ്മയെ പോലുള്ളവരുടെ കൂടെയൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം അറിയാമല്ലോ നമുക്ക് ഇൻഡസ്ട്രിയിൽ എത്ര വർഷത്തെ പരിചയം കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് അത് ഒരു ദൈവഭാഗ്യം ഒക്കെ വിചാരിക്കുന്നു. അപ്പൊ ഈ സുസുവിൽ തന്നെ ഒരുപാട് ഇമോഷൻസ് കവർ ചെയ്തല്ലോ, ദേഷ്യപ്പെടുന്നു, കുറച്ച് ഇമോഷണൽ, അങ്ങനെ ഒരുപാട് ഇമോഷൻസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ശരിക്കും ഏത് ഇമോഷനാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ജയറാമിന് ചെയ്യാൻ പറ്റുക? ഇപ്പൊ വില്ലനായിട്ട് ചെയ്തു, പിന്നെ ഭയങ്കര അതായത് ഒരു ഫ്ലേർട്ടിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ റൊമാൻറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു പിന്നെ കുറേ ഇമോഷൻസ് കയറി ചെയ്യുന്ന സീൻസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പം ഏത് ഇമോഷനാണ് ഈസി ആയിട്ട് ഞാൻ കവർ ചെയ്യും? എനിക്ക് ഈ ഇമോഷനാണ് എനിക്ക് എളുപ്പമാണെന്ന് ഫീൽ ചെയ്തിട്ട്. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയല്ല. ചിലത് ഇപ്പം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കണ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി ശബ്ദം ഉയർത്തിയാൽ പോരെ. പക്ഷെങ്കിലും അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡയലോഗ് ആലോചിക്കണം, സിറ്റുവേഷൻ ആലോചിക്കണം, എന്ത് ഇത് ചെയ്യുന്നുള്ള ഇതിൽ അതെല്ലാം തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു എല്ലാം നന്നായി ചെയ്യും. ഇപ്പം എന്ത് ക്യാരക്ടർ വന്നാലും പെട്ടെന്ന് ആ ലുക്കും കാര്യങ്ങളൊക്കെ പിടിച്ച്. ഇപ്പം ഈ അടുത്ത് ലാസ്റ്റ് ഷെഡ്യൂളിലൊരു കള്ളുകൂടിയൻ, ഭയങ്കര ദുഷ്ടനായിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു, ഭയങ്കര മദ്യപാനി, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഞാൻ നോക്കുമ്പോഴത്തേനും അത് വേറെ കുറച്ച് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഭർത്താവ്. നമ്മളൊരു ദിവസം 2 എപ്പിസോഡൊക്കെയാണ്. അപ്പോൾ ക്യാരക്ടേഴ്സ് പെട്ടെന്ന് മാറും. നെക്സ്റ്റ് സീൻ വേറെ ആയിരിക്കും, വേറെ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ സീനിൽ ഞാൻ ഒരു വൈഫ്, പുള്ളി നല്ല ഭർത്താവ്, ആ ലുക്കിൽ ഞാൻ കണ്ട്. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോഴത്തേനും പുള്ളി അവിടെ മറ്റേ ഷർട്ടൊക്കെ ഇവിടെ വരെ അഴിച്ചിട്ട് കണ്ണൊക്കെ ചുമന്ന് മുണ്ടൊക്കെ എടുത്ത് മുടിയൊക്കെ ഇങ്ങനെ ആക്കി ഇതേ വെച്ച് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ക്യാരക്ടർ ചേഞ്ച് ആയെന്നുള്ളതാണ്. നന്നായിട്ട് ഏതാണെങ്കിലും നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഓരോ ക്യാരക്ടറും കൊടുക്കുമ്പോഴത്തേനും അത് പെട്ടെന്ന് ചേഞ്ച് ആയി, ലുക്കേ മാറ്റും. കണ്ണൊക്കെ ഇങ്ങനെ ചുമപ്പിച്ച് വെച്ചതൊക്കെയാണ് എനിക്ക് അന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ക്ഷമയാണെങ്കിൽ കണ്ടന്റ് ക്രിയേഷനിലോട്ട് വന്നു. എങ്ങനെയാണ് ഈ കണ്ടന്റ് ക്രിയേഷനിലോട്ടുള്ള ഒരു സ്വിച്ചിങ് എങ്ങനെയാണ്? ആക്ച്വലി ഉണ്ടല്ലോ, എനിക്ക് ചെറുപ്പത്തിലെ ഞാൻ ഈ അഭിനയം ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പം ഞാൻ ഒരു 5th പഠിക്കുമ്പോഴാണ് അഭിനയിക്കാൻ തുടങ്ങിയത്. അതായത് നാടകങ്ങൾ ചെയ്യാൻ തുടങ്ങി സ്കൂളിൽ. ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് ഒരു ലഹരി കയറി. ആൾക്കാരെല്ലാവരും കൂടി പിള്ളേർ സ്കൂൾ മൊത്തം സെലിബ്രിറ്റി ഒരു ഇമേജ് ഒക്കെ വന്ന് എന്നെ ശരിക്കും ആ സ്കൂളാണ് വളർത്തിയത്. എൻ്റെ ടീച്ചേഴ്സ് 2 പേരുണ്ട്, അവരാണ് കണ്ടുപിടിച്ചതൊക്കെ. അപ്പം അന്ന് മുതലേ മീഡിയയിൽ ഇങ്ങനെ ഉണ്ട്. അതായത് അന്നത്തെ ഓരോരോ ചാനലിൽ ചെറിയ ചെറിയ പ്രോഗ്രാംസ്, TV, ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
പിന്നെ 2008-9 ജീവൻ ടി വിയിൽ ഒരു റിയാലിറ്റി ഷോ വന്നു ഡാൻസിൻ്റെ. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ടോപ്പ് സ്കോറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലുണ്ടായിരുന്നു. ആ സമയത്തും ഈ പറഞ്ഞ പോലെ ഈ ഫെയിം കിട്ടി. ക്ഷമയല്ലേ മറ്റേ ഡാൻസ്, ഈ ഡാൻസ് ആ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ആ ഡാൻസ് റിയാലിറ്റി ഷോയിൽ ഞാൻ മെയിനായിട്ട് വെറുതെ ഡാൻസ് ചെയ്യാതെ തീം ബേസ്ഡ് ആയിരുന്നു ഓരോന്ന് ചെയ്തത്. അപ്പോൾ ഈ കണ്ടൻസ് എന്ന് പറയുന്ന സാധനം എപ്പോഴോ മുതൽ എൻ്റെ ബ്രെയിനിലുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ടിക്ടോക്ക് വന്നു, ഓരോരോ പ്ലാറ്റ്ഫോംസ് വന്നപ്പോൾ എനിക്ക് അങ്ങോട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല, പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ലൈഫ്. അച്ഛൻ്റെ അമ്മയുടെയും ഹോസ്പിറ്റൽ കേസ്, അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയി 1.5 വർഷം, അമ്മമ്മ പോയി, അച്ഛൻ വെന്റിലേഷനിൽ, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കിടപ്പിലായി, അങ്ങനെ കുറേ ബ്ലോക്കുകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു എന്താ പറയുക, ഒരു അമ്മയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾ. അമ്മ പോയി, പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ അറിയാമല്ലോ, ക്രിയേറ്റീവ് സൈഡ് നമുക്ക് വർക്ക് ആവില്ല എന്ത് സംഭവിച്ചാലും. പിന്നെ ഞാനൊന്ന് ഓണായി വരാൻ തുടങ്ങിയത് ഇപ്പോൾ ഈ ഒരു 1.5 വർഷമായിട്ടേ ഉള്ളൂ. എത്രയോ പുറകോട്ട് പോയി പിന്നെ വന്നതാണ് ഈ കഴിഞ്ഞ ഒരു 1.5 വർഷം മുമ്പ്. പിന്നെ എന്താ പറയുക, അവിടെ നിന്ന് അങ്ങോട്ട് ഒരു എന്താ പറയുക, എനിക്ക് എന്താ പറയുക, ആരെപ്പോൾ ഒരു ആള് നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വന്നിട്ടുള്ള മാറ്റം. അപ്പം മുതലാണ് സത്യം ഞാൻ ക്രിയേറ്റീവ് സൈഡ് എൻ്റെ വർക്ക് ആവാൻ തുടങ്ങിയത്. അതിന് എൻ്റെ ഒരു സുഹൃത്തിനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളി കാരണം തന്നെയാണ് ഞാനിങ്ങനെ ഇത്രയും ഓണായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ള ടെൻഷൻസ്, ബാക്കിയുള്ള ഡിപ്രഷൻ, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ഈ 1.5 വർഷമായിട്ട് ഞാൻ ഭയങ്കര ഓണാണ്. അതിൻ്റെ എന്താ പറയുക മാറ്റങ്ങളും അതൊക്കെയാണ്. അത് എൻ്റെ ജാതകം നോക്കിയപ്പോൾ ഉണ്ട്, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. അങ്ങനെയാണ് ക്ലീശേ വന്നത്. പക്ഷെ ക്ലീശേ പറയാണ്ടിരിക്കാൻ വയ്യാട്ടോ. രാജേഷ് തലച്ചിറ, അതായത് രാജേഷ് ഏട്ടൻ്റെ ആദ്യത്തെ അലയൻസിലാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. റിയാസ്കയാണ്, ഞാൻ മറിമായത്തിലുണ്ടായിരുന്നു. അപ്പോൾ റിയാസ്കയാണ് എന്നെ അലയൻസിലേക്ക് സജസ്റ്റ് ചെയ്യുന്നതും ഞാൻ വരുന്നതും. അപ്പോൾ അലയൻസിൻ്റെ സെറ്റിൽ നിന്നാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാലിന് ഒരു പ്രോബ്ലം വന്ന്, ഹിപ്പ് ജോയിൻസിനൊരു ഇഷ്യൂ വന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്ന് പിന്നെ ഞാൻ 3 വർഷത്തോളം കിടപ്പിലാവുന്നത്. അപ്പോൾ രാജേഷേട്ടൻ്റെ അലയൻസ് അവിടെ നിന്നു, എനിക്ക് ചെയ്യാൻ പറ്റാണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞ് ഒന്ന് എണീക്കാൻ തുടങ്ങി എന്നൊക്കെ അറിഞ്ഞ് ഞാൻ രാജേഷേട്ടനോട് ചോദിക്കുകയാണ്. അപ്പോൾ രാജേഷേട്ടൻ ലേഡീസ് റൂം തന്നു. അത് കഴിഞ്ഞിട്ട് രാജേഷേട്ടൻ എനിക്ക് ചെയ്ത ഏറ്റവും വലിയ പുണ്യമാണ് സത്യം പറഞ്ഞ നോട്ട് ക്ലീഷേ ബട്ട് ക്ലീഷേ എന്ന് പറയുന്ന ഈ സീരീസ്. എനിക്ക് പുള്ളിയുടെ അടുത്ത് ഒരുപാട് നന്ദി മനസ്സിലുണ്ട്. ശരിക്കും കാരണം നമ്മളൊരു സംഭവം ചെയ്യുമ്പോൾ പോലും ഇപ്പം മറ്റ് പല രീതിക്കുള്ള ഡയറക്ടേഴ്സാണല്ലോ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണല്ലോ, അവർ ചെയ്യുന്ന രീതി അങ്ങനെ തന്നെ ചെയ്യണം. മറ്റേത് ചേട്ടന് പെർഫെക്ഷൻ വേണം എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്കും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ വരും, അത് ചെയ്യും. ആ ഒരു കാംനെസ്സിനെ നമ്മളെ വീണ്ടും അത് ചെയ്ത് നമുക്കത് എന്താണെങ്കിലും അത് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ഇത് നമുക്ക് ഉണ്ടാവും. അത് ഞാൻ അതാണ് പറഞ്ഞത്, സൂസു ചെയ്ത ആദ്യത്തെ ഒരു 3 മാസം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്ട്രഗ്ലിങ് പീരീഡായിരുന്നു. അപ്പോൾ ആ സമയമൊക്കെ എന്നെ ഇങ്ങനൊരു ഡയറക്ടർ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത് വലിയ കാര്യമാണ്. കാരണം ബാക്കിയുള്ള സുഖമായിട്ട് മാറ്റി നിർത്താം. കാരണം നമ്മളെ പാഷൻ മാത്രമല്ല, ബാക്കിയുള്ള ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസും കൂടെ വേണം. അതെനിക്ക് അന്ന് ഇല്ലായിരുന്നു. സുഖമായിട്ട് പറയാം, കുഴപ്പമില്ല ചേരാമേ, നമുക്ക് വേറെ ഇത് നോക്കാമെന്ന് പറയാം. പക്ഷെ ആ സമയത്തും ഈ പറയും പോലെ പറ്റും, അതിപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് ഇങ്ങനെ തന്ന് ചെയ്ത് അതിലൊരു വലിയൊരു കടപ്പാടുണ്ട് സാറിനോട്. ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോണ പോലത്തെ ഒരു ഫീലാണ്. നമുക്ക് നന്നായിട്ട് തന്നെ പുറത്തിറങ്ങാം, നല്ല മാർക്കോടെ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു മനുഷ്യനാണ്. എനിക്കിപ്പോഴും അതെ. ഞാൻ ഈ ഒരു 1.5 വർഷമായിട്ട്, ഞാൻ അതിന് മുമ്പ് 2011 ജസ്റ്റ് ഫൺ ചുമ്മാ എന്ന് പറഞ്ഞിട്ട് അമൃത ടിവിയിലൊരു ഷോയിലാണ് പ്രൊഫഷണലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് സീരീസ്. അപ്പോൾ അന്ന് മുതലും ഈ പറഞ്ഞ പോലെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ ഉള്ള ആ ചേച്ചിനെ അറിയാം, അങ്ങനെ ഒരു മൈനോറിറ്റി എന്ന് പറയാം ഫാൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം ഈ 1.5 വർഷമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രീതിയെ മാറി. ഷാജിയേട്ടാ ഇവിടെ ആരും നോക്കാറില്ല, രീതിയെ മാറി. കാരണം ഓരോ ഇപ്പോൾ പാലക്കാട് ഫെസ്റ്റ്, നമ്മളിപ്പോൾ കേരളത്തിൽ അവിടെ ഇവിടേക്ക് ഓരോരോ സ്ഥലങ്ങളിൽ പോകുമല്ലോ.
അപ്പൊ ഓരോ സ്ഥലത്ത് ചെന്ന് ഇറങ്ങുമ്പോ കിട്ടുന്ന ആ ഒരു വൈബ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് അതിനേക്കാളും സന്തോഷമാണ്. അവർക്ക് എന്നെ കാണുമ്പോൾ ആ ഒരു സന്തോഷവും ചേച്ചി എന്നൊക്കെ ഓടി വരുമ്പോ എന്റെ കുടുംബത്തിൽ ആരെയൊക്കെ കണ്ട പോലെ. സത്യം പറഞ്ഞാൽ അവരുടെ എല്ലാ സന്തോഷം, എനിക്കാണ് അതിനേക്കാൾ സന്തോഷം. ഞാനത് ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നുണ്ട്. കാരണം അതിന്റെ ഒരു വാല്യൂ അറിയുന്ന ഒരു പേഴ്സണാണ് ഞാൻ. എത്രത്തോളം ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇവരുടെ സ്നേഹം ഇല്ലെങ്കിൽ ഇവരുടെ സ്വീകാര്യത, പ്രേക്ഷകരുടെ സ്വീകാര്യത എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്. നമ്മളൊരു സംഭവം അവർ കാണുന്നു, സ്ക്രോള് ചെയ്യാതെ അതൊക്കെ അവർ നമുക്കൊരു സ്പേസ് തരുന്നു, അത് ഓർത്ത് നമ്മുടെ അടുത്ത് പറയുന്നു. അതൊക്കെ പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. അപ്പൊ അത് അവർ തരുന്നതിൽ വലിയ സന്തോഷമാണ്. ആ ഒരു സാധനം എനിക്ക് കിട്ടാൻ പാകമാക്കിയത് രാജേഷ് തലച്ചിറ സാറാണ്. രാജേഷേട്ടൻ എന്ന് വിളിക്കുന്നത് പുള്ളിയാണ്. പുള്ളിയുടെ അടുത്ത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഏത് പ്രോജക്റ്റ് എങ്ങനെയൊക്കെ ഏതൊക്കെ വർക്ക് ചെയ്താലും എന്നെ ഉയർത്തി തന്നത് ആള് തന്നെയാണ്. അതിൽ എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. പക്ഷെ രാജേഷേട്ടൻ്റെ അടുത്ത് അങ്ങനെ ഒരു സംഭവം നീക്കുമ്പോൾ രാജേഷേട്ടൻ ഇങ്ങനെ ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ രാജേഷേട്ടൻ പറഞ്ഞു ഭയങ്കര രസമുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ പറയും രാജേഷേട്ടൻ. അത് കൂടുതൽ അങ്ങ് പോകണ്ടായ അങ്ങനെ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അല്ലാതെയും പറയും. അല്ലാതെ ചില സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചേട്ടൻ വന്നിട്ട് പറയും നീ ആ ചെയ്തത് അത് ഓക്കെ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം കിട്ടണമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം. എന്നാൽ നമ്മളായിട്ട് അങ്ങോട്ട് രാജേഷന്റെ അടുത്ത് അങ്ങനെ ചോദിക്കാന്ന് പറഞ്ഞ് ചോദിച്ചാൽ നല്ല രസമുള്ള ഒരു പേഴ്സണാലിറ്റി ആട്ടോ. ഭയങ്കര ഹ്യൂമർ സെൻസ് ഒക്കെ ഉള്ള ആളാണ്. ഇപ്പൊ എന്താണല്ലോ എനിക്ക് കാണുമ്പോ ഒരു റെസ്പെക്ട് ഒക്കെയാണ്. ഞാൻ ഇങ്ങനെ മാറി നിൽക്കാൻ അയച്ചിട്ട് മാറി നിൽക്കും. സാർ ഇങ്ങനെ ഇരുന്നോണ്ട് തന്നെ ഹ്യൂമർ പറയും. ഇങ്ങനെ ഇരുന്നോണ്ട് ഇതേ രീതിക്ക് ഇരുന്നോണ്ട് തന്നെ ഹ്യൂമർ അങ്ങ് അടിച്ചു വരും. അപ്പൊ നമ്മള് സീരിയസ് ആയിട്ട് പറയുന്ന ഇടയ്ക്കായിരിക്കും ഹ്യൂമർ അടിച്ചിരുന്നത്. രണ്ട് ചിരി സാറിന്റെ വർക്കിൽ പോകും. നല്ലൊരു പേഴ്സൺ. ആളുടെ അടുത്ത് ആരെങ്കിലും വന്ന് ആദ്യമായിട്ട് അഭിനയിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ലതാ. നമ്മൾ ടെൻഷൻ ഇല്ലാണ്ട് ആ സംഭവം കൂടി പഠിച്ചു പോകും. ആക്ടിങ് എന്താന്ന് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. സെറ്റിൽ കംഫർട്ട് ആയിരിക്കുക എന്നുള്ളതാണല്ലോ മെയിൻ ആയിട്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ സെറ്റ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയും കേട്ടോ. ക്ലീഷയുടെ സെറ്റ്, അത് കൗമുദിയുടെ ആ ഒരു എല്ലാവരും, എല്ലാ ടീമും, ക്യാമറ ടീമായാലും എല്ലാ ക്രൂ അല്ലേ, ഏറ്റവും നമ്മളിങ്ങനെ കംഫർട്ട് ചെയ്ത് നിർത്തുന്ന ഒരു ആൾക്കാരാ. അപ്പൊ തന്നെ നമുക്ക് സുഖമാണ് നോക്കി. ബർത്ത്ഡേ സർപ്രൈസ് എന്ന വീഡിയോ കാണുമ്പോൾ നമുക്ക് അതിന്റെ ഒരു യൂണിറ്റ് മനസ്സിലാവാൻ നല്ല തന്നിട്ട് അതിലും അത് കഴിഞ്ഞിട്ട് ക്ഷമ വീഡിയോ ചെയ്തത് ഞാൻ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ പറഞ്ഞിട്ട്. അതെ അതെ, ഞാനത് സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലാട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഒരു വിധമൊക്കെ മണത്തറിയുന്നതാണ് സർപ്രൈസ് കിട്ടാൻ പോകുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ ഇത് ആരും അറിയിച്ചിട്ടുമില്ല. അതല്ല, അവരുടെ എൻ്റെ സുഹൃത്ത് ക്രിസ്റ്റോ പുള്ളിയാണ് ഇതിന്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നത്. ബാക്കി എല്ലാവരും അതിന്റെ കൂടെ നിന്ന് ഒട്ടും അറിയിക്കാതെ ആ സീനിന്റെ തൊട്ട് മുമ്പ് ഞാൻ ഭയങ്കര കൂറ ലുക്കിലുള്ള ഒരു ക്യാരക്ടറിൽ നിൽക്കുകയായിരുന്നു. അവിടെ തൊലിഞ്ഞ ഒരു മോന്തം വെച്ചോണ്ടിരിക്കുന്നു. നിന്നെ എന്റെ അടുത്തങ്ങ് കണ്ട നിന്റെ ചെവിക്കനും അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. ഭയങ്കര ഒരു കൂറ ലുക്ക്. ഇത് മദ്യപാനി എന്ന് പറഞ്ഞില്ലേ നേരത്തെ, അയാളുടെ പാർട്ട്ണർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഭാര്യയല്ല, ഒരു അങ്ങനെ നിൽക്കായിരുന്നു. മേക്കപ്പ് ഒന്നും വേണ്ടായിരുന്നു. സാധാരണ രാവിലെ എങ്ങനെ വരണോ ജയറാം ഈസ് ബാക്ക് ഇയാളെ കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു വൃത്തിയായിട്ട ലുക്കിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ഒരു ആദ്യരാത്രി സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ ഒരുങ്ങി നിൽക്കുമ്പോ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അന്നത്തെ അസോസിയേറ്റ് ജിനു ആണ് ക്രിസ്റ്റോ ആയിട്ട് പ്ലാൻ ചെയ്ത് ചേട്ടാ നമുക്കിത് ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ അവരുടെ ആ പ്ലാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര നമ്മളെന്തോ വാല്യുബിൾ ആണ് ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷായി. എല്ലാവരും അങ്ങനെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ വേറെ ആർക്കും അത് ഇനി ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ചെയ്ത് വിട്ടു. ഏകദേശം മനസ്സിലായല്ലോ അല്ലെ? അതെ, പ്രേക്ഷകർക്ക് റിയൽ ആയിട്ടുള്ള ജയറാമിനെ നമ്മൾ കാണിച്ചു. ഇനി നാളെ അവിടെ വേറെ ഏതെങ്കിലും ബർത്ത്ഡേ ആഘോഷിക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കും. എന്റെ ബർത്ത്ഡേ ആലോചിച്ചില്ലായിരുന്നു. മഹാവൃത്തികെട്ട നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിരിക്കും.
ഇപ്പൊ ജയറാം തന്നെ SKJ ടോക്സിൽ ആ ഒരു ഷോ തന്നെ ആ ഒരു കോവിഡ് ടൈമിൽ അത് കുറച്ചും കൂടെ ഹൈപ്പ് നല്ല റീച്ച് ആയ സൊസൈറ്റിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പുതിയ സ്ത്രീകൾ എന്നിങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ പുതിയ ഫാമിലിയിലെ ഇഷ്യൂസ്, അതായത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഷ്യൂസ് അങ്ങനെ തന്നെ അറിയാലോ, അങ്ങനെ ഇഷ്യൂസ് കവർ ചെയ്തിട്ട് വരുന്ന ടോപ്പിക്സ് ആണല്ലോ SKJ ടോക്സിൽ വരുന്നത്. അപ്പൊ ജയറാം ശരിക്കും സൊസൈറ്റിയിൽ എനിക്ക് ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിട്ടാണോ അതിലിങ്ങനെ തുടർന്ന് ഒരുപാട് എപ്പിസോഡ്സ് ചെയ്തല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് വന്നായിരുന്നോ? അങ്ങനെ ഒരു അത് ചെയ്യുന്നോണ്ടുള്ള നല്ല ഇത് ഓക്കെ ആണെന്നുള്ളത് മനസ്സിലുണ്ട്. പക്ഷെ അതിനേക്കാളും ഉപരി എനിക്ക് അഭിനയത്തിന്റെ ഇത് തന്നെയാണ് മുന്നിൽ വന്നത്. അപ്പം എനിക്കങ്ങനെ ഒരു സീൻ തന്ന മറ്റുള്ളവരിൽ എത്തുമ്പം അത് അത്രയും എന്താ പറയുക, അവർക്ക് അത് ഒരു മനസ്സിലാകണം, അല്ലെങ്കിൽ അത്രയും അവർ ഇൻഡെപ്ത് അതിൽ പോകണം എന്നുള്ളൊരു ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതങ്ങനെ തന്നെയാണ് എത്തിയതെന്നും മനസ്സിലാക്കുന്നു. അതിൽ പോരായ്മകൾ ചിലപ്പോൾ ചിലതിൽ കാണാം. അപ്പോൾ ചെയ്ത് വരുമ്പോഴാണ് അത് മാറിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും ഉണ്ട്, പോരായ്മകൾ ഒരുപാടുണ്ട്. പെട്ടെന്ന് വന്നതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായി. ഞാൻ പെട്ടെന്നൊരു ആഗ്രഹത്തിൻ്റെ അങ്ങനെ ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് വന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു, ഞാൻ കുറേ ഇതിൽ അഭിനയിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ഒരു സമയത്ത് ഞാൻ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും അങ്ങനെയൊക്കെ നടന്നൊരു സംഭവമാണ്. അത് ഈശ്വരൻ അതുപോലെ ഒരു ഇത് തന്നതിലുള്ള സന്തോഷമാണ്. ഓക്കെ, ഇതല്ലാതെ എന്താണ് ജയറാം? എങ്ങനെയാണ് ജയറാം? എന്താണ് പറയൂ, പ്രേക്ഷകർ അറിയട്ടെ. ഇതല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കുവൈറ്റിലായിരുന്നിട്ടുണ്ടായിരുന്നേ. അവിടെ ഒരു വലിയൊരു ഫാമിൽ ഓഫീസ് ജോബും കാര്യങ്ങളുമായിട്ട് ഞാൻ പോകുന്നത്. പക്ഷെ ടിക്ടോക്കിൽ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രീതിയിൽ പോകുന്നല്ലാതെ പിന്നെ ഭജൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ സർവീസ് ആക്ടിവിറ്റീസ് അങ്ങനെ. ക്ഷമ ആക്ടിങ് അല്ലാതെ ഡാൻസർ കൂടിയാണ്. അപ്പോൾ ഡാൻസ് ഒക്കെ പഠിച്ച് ഇപ്പോൾ റിയാലിറ്റി ഷോസിലൊക്കെ വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം എങ്ങനെയാണ് ഈ ഡാൻസിൻ്റെ ഒരു ബേസ് എങ്ങനെയാണ്? പാരൻസിൻ്റെ തന്നെ അമ്മയാണ് ഏറ്റവും സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഡാൻസിൽ വന്നിട്ട് ഇപ്പോൾ ഈ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അഭിനയം കുറച്ച് ഈസി ആയിരിക്കും എന്ന് പറയല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതെനിക്കറിയില്ല, അത് ഞാനും ചെറുപ്പത്തിലേ കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്കറിയില്ല, ചിലപ്പോൾ ആയിരിക്കാം, എനിക്കതിനെപ്പറ്റി അറിയില്ലത്. എന്നെ ഡാൻസ് ഞാൻ 3 വയസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മ തന്നെയാണ്. ഈ ഡാൻസിലായാലും ഇപ്പോൾ കലാപരമായിട്ട് ഇപ്പോൾ ഞാൻ അഭിനയം എനിക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് കണ്ടപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും വളരെ നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അമ്മയും ചേച്ചിമാരും. അപ്പോൾ ഇപ്പോൾ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുറകെ നടക്കുമായിരുന്നു. ഇപ്പോൾ ഡാൻസിൻ്റെ കാര്യത്തിനായാലും യൂത്ത് ഫെസ്റ്റിവൽ ആ ടൈമിലായാലും എങ്ങനെയെങ്കിലും പുള്ളിക്കാരി ഇപ്പം എന്തെങ്കിലും എത്ര കഷ്ടപ്പാടാണെങ്കിലും ശരി, എന്നെ ഇവൾക്കിത് ടേസ്റ്റ് ഉണ്ട്, നമ്മളിത് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ഇതിലായിരുന്നു. പിന്നെ അഭിനയത്തിലായാലും അതെ, നീ അഭിനേത്രി ആണ് എന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നതും. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ലാസ്റ്റ് അമ്മ പോകുന്ന അസുഖം വരുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ്, മോള് നീ എന്ത് ചെയ്യുകയാണെങ്കിലും നീ അതാവണം, പിന്നെ നീയല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ലാസ്റ്റ് ഒരു ഉപദേശം തന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് മുതൽ എനിക്കിങ്ങനെ പ്രാക്ടീസ് അല്ല, ഒരു സാധനം കിട്ടുമ്പോൾ ഓക്കെ ഇത് ഞാനാണ്, ഈ ക്യാരക്ടർ ഞാനാണ്, അപ്പോൾ ഈ ക്യാരക്ടറിന് ഇങ്ങനെ ചേഷ്ടകൾ ഉണ്ടാകും, ചിലപ്പോൾ ഇങ്ങനെ മാനറിസംസ് ഉണ്ടാകും, ഇങ്ങനെ മനസ്സിലിങ്ങനെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങിയതൊക്കെ അമ്മയുടെ ആ ഒരു അവസാനത്തെ ആ ഒരു ഉപദേശത്തിന് ശേഷമാണ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയതൊക്കെ. ഒരുവിധം സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പിന്നെ എനിക്കറിയില്ല, ഡാൻസേഴ്സ് എപ്പോഴും ഈ പറഞ്ഞ അത് വേറെ തന്നെ ഒരു ഭാഷയല്ലേ, നമ്മൾ ഓഡിയൻസിന് വേറെ രീതിയിലാണ്, കുറച്ചുകൂടി എക്സ്പ്രസീവായിട്ടാണ് കൊടുക്കുക. അഭിനയം ഭയങ്കര സട്ടിലല്ലേ, അഭിനയമല്ലല്ലോ, ബിഹേവ് അല്ലേ, ബിഹേവ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ കുറച്ചുകൂടി സട്ടിലാക്കി സോഫ്റ്റ് ആക്കി കാര്യങ്ങൾ എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. ഓക്കെ, ഈ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ റെലവെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ വെച്ച് ഇപ്പം KSRTCയുടെ കാര്യത്തിൽ ക്ഷമ കണ്ടന്റ് ചെയ്തു. അപ്പം അങ്ങനെ റെലവെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് കണ്ടന്റ് ചെയ്താലേ സക്സസ് ആവും അങ്ങനെ ഇല്ലല്ലോ. നമുക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കണ്ടന്റ് കൊടുത്താൽ അത് സക്സസ് ആവും. അങ്ങനെ തന്നെയാണോ ക്ഷമയുടെ ഒരു തോട്ട് ആ കാര്യത്തിൽ? എനിക്ക് കണ്ടന്റ്സ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നമ്മളിപ്പോൾ ഇങ്ങനെ കുറേ വീഡിയോസ് അല്ലെങ്കിൽ ന്യൂസ് ഒക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ തോന്നും ഇതൊന്ന് ചെയ്യാം. നമ്മൾ ആളുകളിലേക്ക് ഈ സംഭവം ഈ സബ്ജക്റ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പൊ നമ്മൾ ക്ലീഷേ ചെയ്യുമ്പോഴായാലും അതിൽ ഓരോരോ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് ശരിക്കും ഇൻസ്റ്റയിൽ ഒരുപാട് മെസ്സേജസ് വരുന്നത് അത്, ചേച്ചി ഇത് എൻ്റെ ലൈഫാണ്, ചേച്ചി ഇത് എൻ്റെ ലൈഫ്, ഇത് എൻ്റെ ഇതാണ്, ഞാൻ ചേച്ചി ഈ പോർഷൻ ഇട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവരത് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന ആ ഒരു കൊടുക്കുന്ന ആ സബ്ജക്റ്റിൽ കൂടെ പലർക്കും ഹെൽപ്ഫുൾ ആവുന്നുണ്ട് എന്ന് കാണുമ്പം
നമുക്കൊരു സന്തോഷമാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ഞാൻ ഈ കണ്ടന്റിന്റെ കാര്യത്തിലായാലും ചിന്തിക്കുന്നത്. ആദ്യമൊക്കെ ഒരു തമാശ പോലെ ചെയ്തു തുടങ്ങി, പക്ഷെ ഇപ്പൊ മറ്റേ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ചേച്ചി ഭയങ്കര ബിസി ആയിട്ടിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ അത് ഡാർക്ക് കോമഡിയാണ്. പിന്നെ എനിക്കത് മനസ്സിലായത് ഡാർക്ക് കോമഡിയാണ്. കാരണം അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ചേച്ചിനോട് ചേച്ചി അത് മറ്റേ നീ അത് കേട്ടോ, ഞാൻ കാണാം, ശരി ശരി, ഈ ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ വിചാരിക്കും പാവം, ശരിക്കും പറഞ്ഞാ ഇതുപോലെ എത്ര അമ്മമാരുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കും, അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹെൽപ്പ്, ഒരാൾ പോയിട്ട് മക്കളെ ഞാൻ നോക്കാം, നിങ്ങൾ ഉറങ്ങിക്കും. ഉറക്കാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കിട്ടിയാൽ തന്നെ ബ്രെയിൻ കുറച്ച് നോക്കിയാവും. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്ത കാര്യങ്ങളാണ്. ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി കണ്ടന്റ്സ് നന്നായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. എനിക്ക് ഒബ്സർവേഷനുള്ള ചാൻസസ് വളരെ കുറവ്, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതുകൊണ്ടുള്ളൊരു ഇതുണ്ട്. പക്ഷെ എവിടെയെങ്കിലും ഒക്കെ ഒബ്സർവേഷനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ പോയി നോക്കിയായിട്ട് ഒരു ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പം അവിടെ ക്യൂലിരിക്കുന്ന സമയത്ത് രണ്ടമ്മമാരും രണ്ട് ആൻറ്റിമാരും ഇങ്ങനെ ഭയങ്കര വിശേഷം പഠിച്ചിട്ടുള്ളതാണ്, അവരുടെ ആറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. എന്റെ ഇത് ഇങ്ങനെയാണ്, ഇവിടെ തൊട്ടടുത്തായിരിക്കുന്നത്. ക്യൂല് അറിയില്ല ക്യൂല് ഇരുന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ക്യൂല് ഇരിക്കുന്ന കാര്യം അറിയോ, ലൈക്ക് അടുത്തടുത്താണ് ഇരിക്കുക, വളരെ അടുത്തടുത്താണ്. അപ്പം എനിക്ക് കേൾക്കാം ഇവര് പറയുന്ന മൊത്തം. അപ്പൊ അവരിങ്ങനെ ഈ ഒരു സാധനമാണ്. അപ്പൊ ഞാനിങ്ങനെ ഒബ്സർവ്, കൊള്ള അടിപൊളി സാധനം. അതേപോലെ ഞാൻ രാവിലെ അമ്പലം തൊഴുത് ദർശനം കഴിഞ്ഞ് അതേ സാരിയിലാണ് ഞാൻ വീഡിയോ ചെയ്യണത്. കയ്യോടെ അത് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ സാരി മാറ്റി കുളിയും കഴിഞ്ഞ് പോയി കിടന്ന് ഉറങ്ങുന്നത്. രാത്രി മൊത്തം ക്യൂലായിരുന്നു. അപ്പോൾ എനിക്കങ്ങനെ ഒബ്സർവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ആളുകളുടെ ഇതൊക്കെ മാനറിസംസ് ഒക്കെ. അങ്ങനെയാണ് സത്യം പറഞ്ഞ കണ്ടന്റ്സ് ഒക്കെ വരുന്നത്. ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യണം, തലയിലേക്ക് നിൽക്കുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഇമോഷൻസ് കാണിക്കുന്നു. അപ്പം ക്ഷമയ്ക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ക്ഷമ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഈക്വാലിറ്റിക്ക് മുൻഗണന കൊടുക്കുന്ന ഒരാളാണോ? അരുത് രാക്ഷസ വെട്ടരുത്, അരുമയാ മരങ്ങളെ തട്ടരുത്. ഇക്വാലിറ്റി അത് തന്നെയാണ്, ഫെമിനിസ്റ്റ് ഒന്നുമല്ല. എനിക്ക് എന്താ പറയാ, രണ്ടും വേണം. ഹസ്ബൻഡ് അല്ലെ, ഐ മീൻ ആണും വേണം പെണ്ണും വേണം അല്ലേ, എന്നാലേ ഈ ഭൂമിയുടെ നിലനിൽപ്പുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ എല്ലാം ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരാൾ ഭയങ്കരമായിട്ട് റൂൾ ചെയ്യുക, മറ്റേ ആൾ ഭയങ്കരമായിട്ട് താഴെ നിൽക്കുക, അങ്ങനെയൊന്നുമല്ല. ഇക്വാലിറ്റി എന്തായാലും വേണം. പിന്നെ നമ്മൾ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ക്ലീഷയുടെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത് അവസാനം നല്ല രീതിയിൽ ഇതിങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്, അതല്ലാതെ മോശമായിട്ടല്ല. അപ്പം നമുക്ക് നമ്മൾ ചെയ്യുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ പറയുന്ന സബ്ജക്റ്റ് പല പ്രേക്ഷകരും അത് കറക്റ്റായിട്ട് ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇത് ഇങ്ങനെയാണ് വേണ്ടത്. എനിക്കത് കുറച്ചുകൂടി മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തിറങ്ങിയ സമയത്ത് നമ്മളെ സ്നേഹിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്. അതിലും പലരും പറയുന്ന കാര്യങ്ങളാണ്. ഞാൻ വിചാരിച്ച സത്യം പറഞ്ഞാൽ നമുക്കൊരു ഇത്ര ഏജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഓഡിയൻസ് ഉള്ളതെന്നാണ്. പക്ഷെ അല്ല, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു മോൻ എൻ്റെ അടുത്ത് പറഞ്ഞതാ, ചേച്ചിൻ്റെ ഇത് നല്ല ചൂപ്പറാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളത് കറക്റ്റ് കുട്ടികളുടെ ഒരു എപ്പിസോഡെന്ന് നമ്മൾ ചെയ്തിരുന്നു. കുട്ടികൾ ഇങ്ങനെ വാശി പിടിക്കുന്ന അങ്ങനെ എന്തോ ഒരു സംഭവം. അപ്പോൾ അവരത് കണ്ട് മനസ്സിലാക്കി, പാരൻസിനെ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങൾ എന്നിട്ട് അമ്മേൻ്റെ അടുത്ത് ഓക്കെ ആയിട്ടാ ഇപ്പൊ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. പിള്ളേർ ഇത് കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. പാരൻസും കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിട്ട് വളരണം. അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ പിള്ളേരത് മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര അത് യെസ് സക്സസ് എന്നുള്ള ഒരു ഫീലാണ്. അതേപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ ക്യാരക്ടേഴ്സ് വരുമ്പോഴും നമ്മൾ ഇത്ര പാവമായി നിൽക്കണ്ട, നമ്മൾ പറയാനുള്ളത് പറയണം, നമ്മൾ ശബ്ദം ഉയർത്താനുള്ളടത്ത് ശബ്ദം ഉയർത്തിയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൺവേ ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ സെൻസിൽ അവർ എടുക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ നമുക്കത് കൊടുക്കാനും പറ്റുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഈ കണ്ടന്റ്സ് തരുന്ന ഇപ്പോൾ അഭിലാഷ് ഏട്ടൻ, പ്രിൻസി, പിന്നെ ആരൊക്കെയായിരുന്നു, രണ്ടുപേരും കൂടെ ഉണ്ടല്ലേ, മെയിനായിട്ട് അഭിലാഷ് ഏട്ടനും പ്രിൻസിയാണ്. അപ്പൊ ഇവര് തരുന്ന കണ്ടന്റ്സ് ഒക്കെ എന്താ പറയാ ഭയങ്കര നല്ലതാണ്. അതാണ് ശരിക്കും പറയാൻ നട്ടല് എന്ന് പറയണത്. അത് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ, ചെയ്തെടുക്കുന്നു. അപ്പം അത് അതിൻ്റെ അവർ എന്നിട്ട് അവർ പറയാറുണ്ട് കേട്ടോ, വിളിച്ച് പറയാറുണ്ട്, നമ്മൾ എഴുതി വെച്ചത് മനസ്സിൽ ഇങ്ങനെയാണ് വിചാരിച്ചത്, പക്ഷെ അതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾ ചെയ്തു എന്ന് വിളിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിനേക്കാൾ സന്തോഷമാണ്. അപ്പം അത് കൺവേ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് പ്രേക്ഷകരിലേക്കും. അപ്പം അത് പോകുന്നു. അത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്.
അതുപോലെ ഈ ഒബ്സർവേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ വീഡിയോ, ചെറിയ ബേബീസിൻ്റെ വീഡിയോ, അവർ ഉറങ്ങുന്നത്, അവർ എണീക്കുന്നത്, അങ്ങനെ അവരുടെ ഓരോ മാനറിസവും കറക്റ്റായിട്ട് വന്നു. ഞാനിപ്പോൾ ഒരു അമ്മ ആയതിനേക്ക് കറക്റ്റ് അറിയാലോ അവർ ഉറക്കത്തിൽ നിന്ന് എങ്ങനെ എണീക്കുന്നു, അല്ലെങ്കിൽ അവർ ഉറങ്ങാൻ എങ്ങനെ പോകുന്നു, അവരെങ്ങനെ കരയുന്നു. അപ്പോൾ അതെങ്ങനെ ശരിക്കും കുട്ടികളെ അങ്ങനെ അത്ര ഒബ്സർവ് ചെയ്യാറ്? അങ്ങനെയല്ല, ക്ഷമ അങ്ങനെ തന്നെയാണ്. ക്ഷമ കുട്ടിയാണ്. വീട്ടില് ഈ ഞാൻ വളർന്നേ ഉള്ളൂ, വർഷങ്ങൾ കഴിഞ്ഞു എന്നേ ഉള്ളൂ. എന്റെ മനസ്സ് എവിടെയോ വെച്ച് സ്റ്റക്കായിട്ടുണ്ട്. 18 വയസ്സിൽ വെച്ച് സ്റ്റക്കായി പോസായി നിൽക്കുക. എന്റെ അടുത്ത് വലോചിക്കും, ചേച്ചിയുടെ വയസ്സ് ഇത്ര, അപ്പൊ നിങ്ങക്ക് എത്ര തോന്നുന്നത്? അപ്പൊ അവരൊരു വയസ്സ് പറയും, കറക്റ്റ് എന്ന് പറയില്ല, മറ്റേ അവർ പറയുന്ന വയസ്സിന് കറക്റ്റാ, കറക്റ്റ് അതന്നെയാണ് എന്റെ വയസ്സ്. പക്ഷെ സംഭവം എന്റെ മൈൻഡ് ഇപ്പോഴും 18 നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പല കമന്റ്സില് ഞാൻ കണ്ടിട്ടുണ്ട്, ഓവർക്ക്, ഞാൻ എന്നെ തന്നെ ഡിഫെയിം ചെയ്യാണ്, ഓവർ കൊഞ്ചല എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞ എന്റെ റിയൽ ലൈഫിൽ അതിനേക്കാൾ വലിയ കൊഞ്ചല ഞാൻ. ഇപ്പം ഭാര്യ ഭർത്താവ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻസ് ഒക്കെ വരുമ്പം ഞാൻ എന്തായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല, ഇപ്പം നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നമ്മളെ റിയൽ ആയിട്ടല്ലേ നിൽക്കുക, അല്ലെ? ഒരു ചൈൽഡിഷ് ആയിട്ട്, പ്രത്യേകിച്ച് ഗേൾസ് അല്ലേ? അത് എത്ര ഏജ് ആയാലും. ഇനി വളരെ റെയർ കേസസ് ഉണ്ടാവുള്ളൂ ഭയങ്കര മസിലും പിടിച്ച് സീരിയസ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സ്ത്രീകളോ ഭാര്യമാരോ ഒക്കെ, അല്ലേ? അപ്പം പക്ഷെ പല ആൾക്കാരും അതിന് റിപ്ലൈ വന്ന് പറയാറുണ്ട്, ഇല്ല നമ്മളും കൊഞ്ചാറുണ്ട്, ഞങ്ങളെ ഭർത്താവിന്റെ അടുത്ത് കൊഞ്ചാറുണ്ട്, അവിടെ അല്ലേ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഞാനൊന്നും പറയേണ്ടി വരാറില്ല. അപ്പൊ അവര് പറയാറുണ്ട്. അപ്പൊ ഞാനീ പറഞ്ഞ പോലെ ഞാൻ 18 നിൽക്കുകയാണ്. പിന്നെ ഒബ്സർവേഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ എൻ്റെ തറവാട്ടിലൊക്കെ ഈ പറഞ്ഞ പോലെ ചേച്ചിമാരുടെയൊക്കെ മക്കള് കുഞ്ഞു ബേബീസിനെയൊക്കെ കണ്ടു വളർന്നതാ. അപ്പൊ അന്ന് തന്നെ ഈ പറഞ്ഞ പോലെ ബേബീസിനെ കുളിപ്പിക്കുന്നത്, ചെറിയ കുട്ടികളെ കുളിപ്പിക്കുന്നത്. ഇത് പറയുമ്പോ വർഷവും കൂടെ പറയണം, 78 ലോങ് ബാക്ക് ആണ്. ഇപ്പോഴത്തെ വയസ്സും കൂടെ ആലോചിക്കണം. ഈ 1-2 മാസമായി അത് കേൾക്കണ്ട, ഞാൻ ശ്രദ്ധിക്കാറില്ല. എനിക്ക് ശീലമായി, ഞാൻ സെറ്റിലായാലും ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല. എനിക്കോട് ഇത് വിടാറുള്ളതാണ്. ഇപ്പൊ ആ കുട്ടികളെന്നൊക്കെ പറയുന്നത് അവർക്ക് നല്ല അവർക്ക് എന്താ പറയാ, അതുകൂടെ നമ്മൾ ആലോചിക്കണം. ക്രോണിക് ബാച്ചിലർ. അപ്പൊ അവരുടെ കണ്ട് വളർന്നതാണ്. ഇപ്പൊ എന്റെ ചേച്ചിയുടെ ബേബീസ് ഉണ്ട് 2 പേര്. ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 1 വയസ്സ്. അപ്പൊ ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടു, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് തന്നെയാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒബ്സർവ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടം ഒബ്സർവ് ചെയ്യാൻ ഓരോ പേഴ്സൺസിന്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ. ഇവനെ നല്ല ഒബ്സർവ് ചെയ്യുന്ന ആളാട്ടോ. ഇത് ഓരോന്നൊക്കെ കാണിക്കണത് കാണണം സെറ്റില്. ഞാൻ കൊറേയൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടൊക്കെ. മിമിക്രി ചെയ്യാറുണ്ടോ? മിമിക്രി ഇല്ല, ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായിട്ട് ഓരോരുത്തർ ഇമിറ്റേറ്റ് ചെയ്യും. ഇതിൽ ഞാൻ ജയറാമിന്റെ ഒരു വീഡിയോയുടെ താഴേക്കാവുന്ന കമന്റ് ആണ്, ഞാനത് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പേര് ജയറാം, ലുക്ക് സായികുമാർ, സൗണ്ട് ഇന്ദ്രജിത്ത്. കറക്റ്റ്, ശരിക്കും ഇന്ദ്രേട്ടന്റെ ഇതുമായിട്ട് ഇതിന് മുന്നേ പറയാറുണ്ട്. അത് SKJ വരുന്ന സമയത്ത് സൗണ്ടിന്റെ ഇത് വന്നിട്ട് ഇന്ദ്രന്റെ ഇത് പറയാറുണ്ടായിരുന്നു. പിന്നെ ഇവിടെയോ എന്തൊക്കെയോ സാമ്യതകൾ എന്ന് പറഞ്ഞ് സൂസു ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മയുടെ മല്ലിയമ്മയുടെ മൂത്തമ്മനായിട്ട് ചെയ്തു. അത് കണ്ടിട്ട് അങ്ങനെ ഒരു കണ്ടന്റ് തന്നെ അതിൻ്റെ അകത്ത് ചെയ്തായിരുന്നു. അതായത് ഇന്ദ്രന്റെ സൗണ്ട് എടുക്കുന്നതായിട്ടുള്ളൊരു സംഭവം, ഒരു മിമിക്രി കാണിക്കുന്ന ഒരു സംഭവമായിട്ട് ഒരു സ്ക്രിപ്റ്റിൽ അതിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയാറുണ്ട്, ഇന്ദ്രേട്ടനുമായിട്ട് കുറച്ച് സാമ്യതകളുണ്ട് എന്നുള്ളത്. ഇപ്പൊ ഇന്ദ്രജിത്തിന്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഓർമ്മ വരുമോ? ഇപ്പൊ ജലദോഷം ആ സോഫ്റ്റ് സ്പോക്കൻ അല്ല, അതല്ല ഉദ്ദേശിച്ചത്. അത് അതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, സംഭവം വേറെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഊന്നി പറയുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, ഇപ്പോൾ ജയറാമിന്റെ SKJ ടോക്സിൽ ഒരു വീഡിയോ വന്നാണ്, നമ്മുടെ കഷണ്ടീനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. ആ വീഡിയോയുടെ താഴെയായിരുന്നു ഈ കമന്റ് വന്ന്. ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ശരിക്കും ജയറാം അങ്ങനെ ആ ക്യാരക്ടർ ഭയങ്കര ഡെപ്തായിട്ട് അവരുടെ ശരിക്കുള്ള വിഷമം. ഇതിപ്പം കഷണ്ടിയുടെ മാത്രമല്ല, വേറെ പല കാരണങ്ങൾ കൊണ്ട് ബോഡി ഷേമിങ് ആൾക്കാർ നേരിടുന്നുണ്ട്. നിറത്തിന്റെ പേരിൽ, വണ്ണത്തിന്റെ പേരിൽ. ഇപ്പം നമ്മൾ ഒത്തിരി മെലിഞ്ഞിരുന്ന ആൾക്കാരൊക്കെ എന്താണ് ഇത്ര മെലിഞ്ഞിരിക്കുന്നത്. അപ്പം ആ ആള് തന്നെ കുറച്ച് വണ്ണം വെച്ച ആൾ ചോദിക്കും, അയ്യോ നിനക്ക് ഭയങ്കര വണ്ണം വെച്ച് പോയല്ലോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ എങ്ങനെ ഇരുന്നാലും ആൾക്കാരിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ബോഡി ഷേമിങ് നേരിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? റിയൽ ലൈഫിൽ ശരിക്കും ഇപ്പം ഇതിൽ അഭിനയിക്കാനൊക്കെ വന്ന ശരിക്കും നമ്മളിത് ഒരു സമയം വരെയൊക്കെ നമ്മളിത് നോക്കുമായിരുന്നു, മുടി ഇങ്ങനെ പോകുന്നു. പിന്നെ വൈൽഡ് ലൈഫൊക്കെ അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത് അറിയാം. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനെപ്പറ്റി ഇങ്ങനെ ശ്രദ്ധിക്കാതെ ആവും.
ശ്രദ്ധിക്കാതെ ആകുമ്പോഴത്തേക്ക് പിന്നെ അതിൽ നമുക്കല്ല. പിന്നെ ആരെങ്കിലും ഒന്ന് കളിക്ക്, ഇപ്പം ഫ്രണ്ട്സിന് നീ പോടാ കഷണ്ടി അങ്ങനെ പറയുമ്പോഴെങ്ങാനും നമ്മളൊന്നിങ്ങനെ ഓർത്തിട്ട് അങ്ങ് പോയാൽ, അല്ലാതെ അത് വന്നില്ല. പിന്നെ ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു ഇതിലാണ് എല്ലാവരും ഞാൻ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഈ ഒരു ഇതിലാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പേര് അങ്ങനെ അന്നൊരു പാച്ചിൻ്റെ ഒരു ഇത് വെച്ച് കണ്ടപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ജയറാമിന് പാച്ച് വേണ്ട, ഇതിൽ കാണാനാണ് കൊള്ളാന്നുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിഭാഗമുണ്ട്. കുറച്ച് പേര് വീഡിയോയുടെ താഴെ തന്നെ ഇഷ്ടംപോലെ കമന്റ്സ് വന്നു, ജയറാം കറക്റ്റ് ഇങ്ങനെയാണ് ജയറാമിന് ഏറ്റവും ചേരുന്നത്, ഇങ്ങനെയാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ ഒരുപാട് കമന്റ്സ് ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വിഭാഗം. പിന്നെ കുറച്ച് പേര് പറഞ്ഞു അല്ല പാച്ച് വെച്ചിരുന്നാലും കുഴപ്പമില്ല എന്തിന് എന്നുള്ള രീതിയിൽ, അങ്ങനെ രണ്ട് ഇതിൽ അഭിപ്രായമുള്ളവരുണ്ട്. പിന്നെ നമുക്ക് ഇതെന്തോ ഒരു ബാരിയർ അല്ല, കാരണം ഇനിയിപ്പോൾ അടുത്ത് മുടി വെച്ച് വേണം, ഇപ്പോൾ മുടി വെച്ചിട്ട് വേറൊരു ഇത് ചെയ്യാം. അപ്പം അതൊരു ബാരിയർ ആയിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ വിഷമം എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ ആരും ഇല്ലല്ലോ, എല്ലാം തികഞ്ഞുള്ളവർക്ക് സ്വഭാവം എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും വിഷമം അങ്ങനെ ആയിട്ട് തോന്നിയിട്ടില്ല. പറയൂ ക്ഷമ, പറയും ക്ഷമയ്ക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, അങ്ങനെ ബോഡി ഷേമിങ്ങിനെ പറ്റി? ഞാൻ അതിന് ചെവി കൊടുക്കാറില്ല. ഒന്നാമത് ഞാൻ ആൾക്കാരായിട്ട് സമ്പർക്കം കുറവാണ്. മനസ്സിലായില്ലേ? അപ്പൊ തന്നെ വായിന്ന് തന്നെ സത്യം വന്നില്ല. ഞാൻ സത്യമായിട്ട് ആളുകളായിട്ട് സമ്പർക്കം കുറവാണ്. ഞാനിപ്പോ ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുന്നതും കേൾക്കുന്നതും കമന്റ്സ് വഴിയാണ്. അപ്പം മെജോറിറ്റി നല്ല കമന്റ്സും എന്താ പറയാ നല്ല അഭിപ്രായങ്ങളും ഒക്കെ തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ കുറച്ച് പേര് മാത്രം വന്നിട്ട് ഇതെന്ത് ഇവര് മാത്രം അഭിനയിക്കുന്നത്, ഇതെന്ത് ഇവര് ഒരു സങ്കടം വരും. അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ഈ പ്രോഗ്രാമില് രാജേഷ് ചേട്ടൻ ആദ്യം വിളിച്ചപ്പോഴേ പറഞ്ഞിരുന്നു, കുറച്ച് ആർട്ടിസ്റ്റ് ഇവര് തന്നെ ക്യാരക്ടേഴ്സ് മാറി 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 ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഇത്. നമ്മൾ ഈ ഏജൊക്കെ വ്യത്യാസമുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഓരോ കമന്റ്സ് വരും, ഇവരിതെന്തിന് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് അങ്ങനെയൊക്കെ വരട്ടെ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം. അപ്പൊ പറയണം തോന്നുന്നു, സുഹൃത്തെ ഇത് ഇങ്ങനെയാണ്, ഈ ഫോമാറ്റ് ഇതാണ് എന്ന് പറയാൻ തോന്നും. പിന്നെ അതൊക്കെ അല്ല ഈ പറഞ്ഞ പോലെ മൈൻഡ് ചെയ്യാണ്ടിരിക്കാതല്ലാണ്. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരായാലും അഭിനയിക്കാൻ ആർത്തി പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി എന്ത് ചെയ്യുക, ഇതാലോചിക്കുന്ന രണ്ടുപേരാണ്. എനിക്ക് ജയറാമിന് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടില്ല. എൻ്റെ അതേ ഒരു എന്താ പറയാ ക്രേവ് ചെയ്ത് നടക്കുന്ന അല്ലേ, നമ്മള് രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി മാക്സിമം ഇനിയും വർക്കുകൾ ചെയ്യണം. എനിക്ക് ക്ലീഷയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര സങ്കടം, അയ്യോ അത് വേറെ ഇതാണ്. മാങ്ങയൊക്കെ അവിടെ നിൽക്കുന്നത് പറിച്ച് തിന്നാത്തണ്ട, അതിന്റെ ഇനി അത് കിട്ടില്ലല്ലോ ഒരു മാസത്തേക്ക് എന്നുള്ളത്. ഒരു കാര്യം ഒരാള് സീരിയസ്, നീ സീരിയസ് ആയി വർത്താനം പറയുമ്പോ ഞാൻ ഇങ്ങോട്ട് ഇടാൻ വരും. അല്ല നമ്മള് സത്യം പറയണല്ലോ. ഞാൻ പക്ഷെ സീരിയസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും ഷൂട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ മിസ് ചെയ്യാറുണ്ട്? ഇവനെ മിസ് ചെയ്യാറില്ല, ഷൂട്ട് മിസ് ചെയ്യാറുണ്ട്. എനിക്ക് അഭിനയിക്കണം, എനിക്കിങ്ങനെ അഭിനയിച്ചോണ്ടിരിക്കണം. എനിക്കിപ്പോ സത്യം പറയാൻ ഭയങ്കര ആഗ്രഹം. നമ്മൾ ഓരോരോ ക്യാരക്ടേഴ്സ് അല്ലേ ചെയ്യുന്നത് ഓരോ എപ്പിസോഡിൽ, അതല്ലാതെ ഒരു ത്രൂ ഔട്ട് ഒരു നല്ലൊരു 2 ക്യാരക്ടേഴ്സ് ആയിട്ട് ഒരു സീരീസ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ആരെങ്കിലും വിളിക്കണം. ഓക്കെ, അങ്ങനെ വിളിക്കട്ടെ. അപ്പൊ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ നമുക്കൊരു റാപ്പിഡ് ഫയർ റൗണ്ട് വെക്കാം. ഓക്കെ, പടപടയെന്ന് ആൻസർ പറയണം കേട്ടോ. കിട്ടാത്തത് അതാണ്. എനിക്ക് ഞാൻ ആർക്കാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിരൽ ചൂണ്ടാം ഇന്നയാളാന്ന് കേട്ടോ. അങ്ങനെയാണ്. അല്ലെങ്കിൽ പിള്ള വെച്ചൊരു അടി കൊടുത്താലും മതി. ടെൻഷനായിരുന്നു, ഇപ്പോഴാണ് ടെൻഷൻ ആവണത്. ഇല്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അടിക്കാൻ റെഡി ആയിട്ടിരിക്കട്ടെ. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചാൽ മതി. ഓക്കെ, ആർക്കാണ് കൂടുതൽ പിശുക്കുള്ളത്? എന്തിലാണ്? ക്യാഷിന്റെ കാര്യത്തിൽ. അതിപ്പോ നമ്മൾ ഇല്ലാത്തോണ്ട് അതില് പിന്നെ നല്ല ആൻസർ ആയിരുന്നു. ഉണ്ടെങ്കിലല്ലേ പിശുക്ക്. അതെ, ഉണ്ടെങ്കിലല്ലേ പിശുക്ക് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇതിൽ ആരാണ് കൂടുതൽ ലേസി ആയിട്ടുള്ളത്? ഒരിക്കലും അല്ല. റീസൺ പറയും. ഞാനെങ്ങനെ ലേസി ആവുന്ന? ആക്ച്വലി രണ്ടുപേരും അല്ല, അതാണ് എനിക്ക് തോന്നിയിട്ടില്ല. ജെന്യൂൻ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. പ്രൊഫഷൻ വൈസ് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് വീട്ടിലൊക്കെ ആണെങ്കിൽ
ലേസി എന്ന് പറയാൻ പറ്റില്ല, എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അപ്പൊ എനിക്ക് നല്ല റെസ്റ്റ് വേണം. അപ്പൊ അങ്ങനെ ഉണ്ട്. അത് അല്ലാതെ പക്ഷെ അത് ഒരിക്കലും പ്രൊഫഷണലിനെ ബാധിച്ചിട്ടില്ല, ഒരിക്കലും അനുവദിച്ചിട്ടില്ല. ക്ഷമ ഒരിക്കലും അതിന്റെ ഒരു ഇത് എനിക്ക് വർക്കിൻ്റെ ഇത് അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്, സെറ്റിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട് ക്ഷമ സ്ട്രഗിൾ ചെയ്യുന്നത്. പക്ഷെ ആ സമയത്തും ആ പ്രൊഫഷൻ ആ സീൻ ഏതാണ് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് ഇതാണ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതാണ് സ്പിരിറ്റ്. നമ്മളിപ്പോ ക്രൂ മൊത്തം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ, ഞാനൊരാള് കാരണം ഇതാവാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എത്തിക്സ് എനിക്കുണ്ട്. അതിന്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. ഇത് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഇപ്പൊ ഞാൻ നേരത്തെ ഇവിടെ ഇരുന്നില്ലേ കാലൊക്കെ മടക്കി വെച്ച്, അപ്പൊ ഇത് പിടിക്കാൻ ലോക്കാവാൻ പോയി. പിന്നെ ഞാൻ വേഗം എണീറ്റ് നിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്, ഇല്ലെങ്കിൽ ഇപ്പൊ ഇന്നത്തെ ഇത് പോയേനെ, ഞാൻ മൊത്തം മൂഡ് ഓഫ് ആയേനെ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ലേസി അല്ല, ആ പെയിൻ വെച്ചിട്ടാണ് ഞാൻ ഒരു 5 to 6 years ആയിട്ട് ആ പെയിനിലാണ് ജീവിക്കുന്നത്. പെയിൻ നല്ലോണം ഉണ്ട് സ്ഥിരമായിട്ട്. അതിന്റെ ഒരു പ്രശ്നം ലേസിനെസ്. ഓക്കെ. ആൻഡ് ഇപ്പോൾ ഒരു ദിവസം കാണാതിരുന്നാൽ ആരാണ് ആദ്യം കോൾ ചെയ്യുക? എന്ത് പറ്റി, എവിടാണ് എന്നൊക്കെ ചോദിക്കും. ഇവരെ രണ്ടുപേരും ഇല്ല, ഷൂട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സ് ആണ്. ഓക്കെ. നന്നായിട്ട് സീക്രട്ട് കീപ്പ് ചെയ്യുന്ന ആരാണ്? ഭയങ്കര ഞാൻ വിചാരിച്ചിരുന്ന ഇവൻ എന്റെ നല്ല സുഹൃത്താന്ന് കേട്ടോ. പക്ഷെ അങ്ങനെയല്ല. കഴിഞ്ഞ എന്റെ മുന്നത്തെ സ്കെഡ്യൂൾ മുതൽ ഞാൻ ഇവനെ ജസ്റ്റ് ഒരു ഫ്രണ്ടാക്കി മാറ്റി. എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ ക്രിസ്റ്റോയുടെ അടുത്ത് പറയും, ഒരാളടുത്ത് പറഞ്ഞാൽ പോരെ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുമല്ലോ. അതല്ല, അങ്ങനെയല്ല, ക്രിസ്റ്റോനേക്കാളും മുമ്പ് എന്നല്ലേ പരിചയപ്പെട്ടത്. ആരും പിന്നെ ഒരു സിറ്റുവേഷൻ, ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ടാട്ടോ ഞാൻ പറയണത്. ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഷൂട്ടിന്റെ സമയത്ത് ഇവൻ ഭയങ്കര തകർന്ന് നിൽക്കുന്ന ഞാൻ കണ്ടു. ഭയങ്കര വിഷമിച്ച് സങ്കടപ്പെട്ടിട്ട്, അമ്മയ്ക്ക് വയ്യാണ്ടായ സമയത്ത് പെട്ടെന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പൊ ഞാനത് ഇങ്ങനെ പറഞ്ഞു, അന്നത്തെ ഡയറക്ടറിനോട് ഇങ്ങനെ പറഞ്ഞു, ചേരാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ഇതിലാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ ഞാൻ വെച്ചാൽ എന്താ പ്രശ്നം ഞാൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അത്രയും എന്താ പറയാ, നമ്മൾ മനസ്സിലാക്കി ബിഹേവ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. പക്ഷെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞേ ഇല്ല. എനിക്കത് ഭയങ്കര വിഷമം, എനിക്കത് ഷോക്കായി. എന്നിട്ട് ഞാനത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല എന്ന് ഞാൻ ഈ കാര്യം ഞാൻ ഇപ്പഴാ പറയുന്നത്. ഈ സംഭവം ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ട് അല്ല, അതുകൊണ്ട് സീക്രട്ട് അതെ ഞങ്ങൾ ഞാൻ ഓൾറെഡി പിരിഞ്ഞു. ഞാൻ 2 മാസം മുമ്പേ പിരിഞ്ഞിട്ടുണ്ട്. ക്യാപ്ഷൻ കൊടുക്കാം, പിരിഞ്ഞു. ഓക്കെ. ആരാണ് കൂടുതൽ ഫോൺ അഡിക്റ്റ്? എനിക്കറിയില്ല കേട്ടോ, ഞാൻ അഡിക്റ്റ് ആണ്. അല്ല, ജയറാമിന്റെ ഇൻസ്റ്റ പേജ് നോക്കിയാൽ തന്നെ അറിയാം ആൾ അധികം അങ്ങനെ ആക്റ്റീവ് അല്ല ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ പിന്നെ ഫുൾ ടൈം എഡിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇവനിപ്പോ ഈ അടുത്ത് കുറച്ച് കോൾ അഡിക്ഷൻ ഫോൺ അഡിക്ഷൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ട്. പിന്നിൽ എന്തെങ്കിലും സ്റ്റോറി സംസാരിക്കുന്നൊക്കെ കേൾക്കാറുണ്ട്. അതാണ് എന്റെ ഓൺ ചെയ്തുകൊണ്ട് വരാനുള്ള സംസാരത്തിന്റെ കാര്യത്തിലാണ്. ഇവര് നോക്കുമ്പോഴത്തേക്കും ഞാൻ പോയി മാറി നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, അത് ഓൾറെഡി ഇത്ര ഇതും കൂടെ ആയതുകൊണ്ട് ഇനി എന്താ. പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളെ ലൈഫൊക്കെ മനസ്സിലാക്കാൻ പെട്ടെന്നാണ്. അപ്പോൾ അതിനെ പറ്റി ഇതുണ്ട്. പിന്നെ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മാറി ചെന്നത്. കാരണം ഇതിന്റെ ഇടയിൽ അതും കൂടെ മിക്സ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ പോയി മാറിയുന്നത്. അല്ല, ചുറ്റിക്കളി ഇപ്പൊ ഉണ്ടെന്ന് ചുറ്റിക്കളി അല്ലേ, ചുറ്റിക്കളി ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. എനിക്കറിയാടാ, എനിക്ക് നീ പറഞ്ഞില്ലെങ്കിലൊക്കെ അറിയാം. സെറ്റിൽ ആരാണ് കൂടുതൽ ഗോസിപ്പ് ഒക്കെ കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന? ഇല്ല കേട്ടോ, ആ സംഭവം നമ്മുടെ സെറ്റിലില്ല. ആ സംഭവം നമ്മുടെ സെറ്റിലേ ഇല്ല. നമ്മള് മാക്സിമം നല്ല ഹാപ്പി ആയിട്ട് തമാശയൊക്കെ പറഞ്ഞിരിക്കുക, അതാണ് പതിവ്. ആരാണ് കൂടുതൽ ഇങ്ങനെ ക്രിഞ്ച് മെസ്സേജസ് ഒക്കെ അയക്കുക? അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഷൂട്ട് കഴിയുമല്ലോ, കഴിഞ്ഞ് എറണാകുളം ട്രിവാൻഡ്രം എന്റെ വീട്, പിന്നെ അടുത്ത വൈബ് വരുന്നത് അടുത്ത ഷെഡ്യൂൾ ആകുമ്പോഴാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും പ്രോജക്റ്റിന്റെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രീതിയിലുള്ള ഇതുണ്ടെങ്കിൽ മാത്രമാണ് മെസ്സേജോ അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കുക, അങ്ങനെ ഒരു ഇതില്ല. ഭയങ്കരമായിട്ട് നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ കാണുമ്പോ അടിപൊളിയാണ്. അതാണ് അത് ശരിക്കും ശരിയാണ്. ശരിക്കും ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴത്തേക്ക് ആൾക്കാർ പറയും കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അവിടെ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാന്ന് പറയും. അങ്ങനെയില്ല. അങ്ങനെയില്ല.
നിങ്ങളാണ് അതിന് എക്സാമ്പിൾ. അളിയാന്ന് വിളിച്ചോണ്ടാണ് പോയത് അങ്ങനെ അങ്ങനെ. ഇപ്പൊ നിങ്ങളെ സെറ്റിൽ ഒരാളെ, നിങ്ങൾ രണ്ടുപേരിൽ ഒരാളെ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആരെ മ്യൂട്ട് ചെയ്യും? ആരാണ് ഭയങ്കര ശല്യം? ഓൾറെഡി പറഞ്ഞു ഇവൻ അങ്ങനെ ഞാൻ വിട്ടുകൊടുത്തിരിക്കും. പ്ലാസ്റ്റിക് ഒട്ടിച്ച് വെക്കാനൊക്കെ തോന്നാറുണ്ട് എനിക്ക്. ക്ഷമയുടെ ജാതകത്തിലുണ്ട് ഒരു ദിവസം ഒരു കള്ളമെങ്കിലും പറയുള്ളൂ. അതാണ് ഇപ്പൊ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു, ആരാണ് ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത്? മനസ്സിലായല്ലോ ഇപ്പൊ അതിന്റെ മറുപടി കിട്ടിയോ? ഞാൻ ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എന്റെ അമ്മ പറയും നീ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ തുറങ്ങുമ്പോ ട്രാൻസ്പെറന്റ് ആയിട്ട് എന്റെ അമ്മ ഇങ്ങനെ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്ന കാര്യമാണ്. നീ എല്ലാം ഇങ്ങനെ എല്ലാവരോടും വിളിച്ച് പറഞ്ഞത് നടക്കും, നീ എന്താന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം, നിന്റെ A to Z കാര്യങ്ങൾ എല്ലാം അറിയുന്ന എല്ലാവർക്കും അറിയാം എന്ന് പറയും. അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, വ്യക്തിത്വത്തിന് ഉടമയാണ് ഞാൻ. ഒരു കഴിവ് സമ്മതിക്കണം. ശരിക്കും അതൊരു കഴിവ് തന്നെയാണ് അത്. സമ്മതിക്കണം. ഓക്കെ, ഇപ്പം ക്ഷമയാണെങ്കിൽ ജയറാമിൽ കാണുന്ന ഏറ്റവും ഇറിറ്റേറ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റ്, അതുപോലെ നേരെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുന്നത് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു കൊടുക്കുന്നത്. കർമ്മ. അല്ലല്ല, ഞാൻ അവിടെ പറഞ്ഞതാണ്, അവിടെ തോന്നണമെങ്കിൽ അതേ ഉള്ളൂ. ഞാനത് തുടക്കം. കഴിച്ചിട്ട് ഇല്ലല്ല, മെയിൻ ആയിട്ട് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മള് അഭിനയിക്കാൻ പ്രിപ്പയർ ആയിട്ട് ഞാൻ നിൽക്കുന്ന സമയത്ത് ഫുൾ സെറ്റ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടാവേ. അപ്പൊ നമ്മുടെ ക്ലോസ് എടുക്കുന്ന സമയമായിരിക്കും. ക്ലോസ് എടുക്കുന്ന സമയത്ത് ഇവന് ഓപ്പോസിറ്റ് നിൽക്കണമല്ലോ, നിൽക്കും. അപ്പൊ നിൽക്കുന്ന സമയത്ത് ഇവന് ഓരോ കോക്രി കാണിക്കും. അതെനിക്ക് ഭയങ്കര, നമ്മളത് കൺട്രോൾ വരെ അത് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആണല്ലേ? എനിക്ക് എന്നിട്ടാക്കിയതാണ്. അല്ലല്ല, അൻസിബ ദൃശ്യത്തിന്റെ ഇന്റർവ്യൂല് അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നതല്ല, അവര് സീൻ എടുക്കുമ്പോൾ സീരിയസ് ആയിട്ട് കരയുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ പോലീസ് ചോദ്യം ചെയ്ത് ആ സീനിലൊക്കെ ലാലേട്ടൻ അപ്പുറത്ത് നിന്നിട്ട് ഓ അങ്ങനെ ഇപ്പൊ പിടിക്കണായിരിക്കൂലേ, അതായത് ലാലേട്ടൻ അങ്ങനെ കഞ്ചരം കുത്തുന്നൊക്കെ പറഞ്ഞിട്ട്. അയ്യോ, അത് ഭയങ്കര അപ്പൊ ജയറാം നോക്കൂ. അതെ, പിന്നെ ഞാൻ മറ്റേ ഫുൾ സീരിയസ് ആയിട്ട് ഇങ്ങനെ മറ്റേ പിടിച്ചു നിൽക്കരി, മറ്റേ ക്യാരക്ടർ പിടിച്ചിങ്ങനെ നിൽക്കരുത് ഫുൾ ഒരു ഇവൻ മറ്റേ ഒരു മറ്റേ എന്താണ് ഒരു ഒരു പൊട്ട ക്യാരക്ടർ ചെയ്തില്ലേ ഒരു ഭർത്താവ്. അപ്പൊ ഞാനിങ്ങനെ ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കണം. അപ്പൊ ഞാൻ ഫുള്ള് ഇവനെ ഇങ്ങനെ പൊജിക്കാനുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കണം. അപ്പൊ ഇവൻ വന്നിട്ട് മറ്റേ ഇതിലില്ലേ, ഏതാണ് കാന്താരയോ കാന്താരല്ലേ, എന്നിട്ട് ആക്ഷൻ പറഞ്ഞ നീ ഭയങ്കര സംഭവം. എനിക്കങ്ങോട്ട് ദേഷ്യം വന്ന് നമ്മളെ ക്യാരക്ടർ പിടിക്കാൻ സമ്മതിക്കില്ല. ടീം നൈസായിട്ട് നമ്മളെ അല്ലമ്പാക്കിട്ട് അവൻ ഭയങ്കര ഡീസന്റ്. ഈ ബാക്ക് ബെഞ്ചേഴ്സ് ഒക്കെ ഇല്ലേ, അതേപോലെ പിള്ളേരെ പോലെ. ടീച്ചേഴ്സ് നോക്കുമ്പോ ഇവൻ ഭയങ്കര ഡീസന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതും എന്റെ സ്ഥിര സ്വഭാവം. ഭയങ്കര ജയറാമിന് കുറെ നല്ല കമന്റ്സ് കിട്ടുന്നുണ്ട് ജയറാം. ഇപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ സ്വാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം എന്തായിരിക്കും ചെക്ക് ചെയ്യുക? ക്ഷമ കോൾ ഹിസ്റ്ററി ആയിരിക്കും ആദ്യം ചെക്ക് ചെയ്തല്ലേ? ഇത് ശരിക്കും പറഞ്ഞ കപ്പിൾ ഒരു അല്ലേ ക്വസ്റ്റ്യൻ അല്ല, നിങ്ങൾ ഫ്രണ്ട്സ് ആവുമ്പോൾ ഫ്രണ്ട്സ് അല്ല. നമ്മുടെ ആക്ച്വലി എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോന്ന് ചോദിച്ചാൽ അതല്ല. ഇപ്പൊ ഫ്രണ്ട്സ് ആണോ അതും അപ്പൊ കാണുമ്പോ ഉള്ള ഭയങ്കര അത് അങ്ങനെ തോന്നില്ല. പക്ഷെ ഞങ്ങള് കണ്ടാൽ പക്ഷെ നമ്മള് കണ്ടാൽ ഭയങ്കര ഇതാണ്. ശരിക്കും അത് ഓൺ സ്ക്രീനിൽ പക്ഷെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഈ ഒരു ക്ലീഷയുടെ സക്സസ് എന്ന് പറയുന്നത്. അതാണല്ലോ, ചില കപ്പിൾസ് ഭയങ്കര ബുദ്ധിമുട്ടാറുണ്ടല്ലോ ഇപ്പൊ സീൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും, പക്ഷെ നിങ്ങൾ തമ്മിൽ അത് വർക്ക് ആവുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഞാൻ ക്ഷമയോട് ഞാനും കൂടെ ഡിസ്കസ് ചെയ്യും കാര്യം. ഇപ്പൊ ഒരു സാധനം എഴുതി വെച്ചിരിക്കുന്നതായിരുന്നു, അത് നമുക്ക് എങ്ങനെ കുറച്ച് ചെയ്യാം. അപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പം എല്ലാവരും എല്ലാം സമ്മതിക്കണമെന്നില്ല. ആക്ടിങ്ങിൽ വന്നിരുന്നാലും ചിലപ്പോൾ അവർക്ക് ചില എന്തെങ്കിലുമൊക്കെ ഇത് കാണും. പക്ഷെ അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ എന്തൊക്കെയാണ് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണ്ട എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ ആ സീൻ കൊണ്ടുപോയാൽ എളുപ്പമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് മാത്രം പോയാൽ മതി എന്നുള്ളത്. അല്ലെങ്കിൽ സീൻ അത്രയും നല്ല ഇതെന്ന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നവർ ഇപ്പം എന്താണെങ്കിലും അത് കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ അനുസരിച്ച് എന്നുള്ള രീതിയിൽ പോകും. അപ്പോൾ അതാണ് നമ്മൾ തമ്മിൽ സംസാരിച്ച് ഇപ്പോൾ ഒരു സീനുണ്ട്, ഇപ്പോൾ ഇത്രയും കളിക്കുന്നുണ്ട് നമ്മൾ സെറ്റിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പക്ഷെ ഒരു സീൻ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ എന്തായിരുന്നാലും അടുത്ത സീൻ ഇങ്ങനെയാണ്, അത് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം ഞാൻ ചിലപ്പോൾ പറയും ഞാൻ ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യം ചെയ്യും, ഞാൻ ഇങ്ങനെ വന്നിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് തള്ളുക എന്നുള്ളത്. അപ്പോൾ അത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ടൈമിങ് പുള്ളിക്കാരത്തേക്ക് കിട്ടും അവിടെ. അപ്പോൾ അത് അങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കുന്നതുകൊണ്ട് ആ സീൻ അത്രയും ബെറ്റർ ആയിട്ട്. അത് പ്യുവർ കെമിസ്ട്രി ആണ്. അത് വേറെ അങ്ങനെ അധികം എനിക്ക് കിട്ടിയിട്ടില്ല ആ ഒരു
അത് കാണുമ്പോഴാണ് ആൾക്കാർക്ക് യെസ് നിങ്ങൾ ഭയങ്കര കണക്റ്റഡ് ആണ്. ചിലപ്പം അതിന് നമ്മൾ അങ്ങനെ ഒന്നും സംസാരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഇതിൽ ഞാൻ ദേഷ്യം കൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പുള്ളിക്കാരത്തേക്ക് അറിഞ്ഞുകൂടെയായിരിക്കും. ഞാൻ ചെയ്യുന്നതിലോ ചിലപ്പോൾ പുള്ളിക്കാരത്തിലെ റിയാക്ഷൻ എനിക്ക് കിട്ടിയെന്ന് വരും. അതെ അതെ. അപ്പൊ അവിടെ വീണ്ടും കട്ട്. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ ആ ഒരു ഫ്ലോയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യും. നമ്മുടെ കൂടെ നിൽക്കുന്നവരുമാണ് ക്രൂ ആയാലും ക്യാമറ ടീം ആയാലും നമ്മൾ ഇതിപ്പോ അവസാനിപ്പിക്കില്ല, നമ്മൾ ഇനി അടുത്ത് എന്തോ ചെയ്യാനുണ്ടെന്ന് അവർക്ക് അറിയാം. അവർ കട്ട് ചെയ്യൂല. അങ്ങനെയൊക്കെ കുറെ ഒരു സംഭവം വർക്ക് ആവുന്നുണ്ട്. ഒരു അത് ഭയങ്കര ഏതുവരെ വരും, നിങ്ങൾ ഏതുവരെ വരും. അപ്പൊ ഞങ്ങൾ പറയും ചേട്ടാ ഞങ്ങൾ ഇതുവരെ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഒത്തിരി കൂടെ അങ്ങോട്ട് വരുന്നതിനും കുഴപ്പമില്ല, ഞങ്ങൾ അതിനനുസരിച്ച് വെച്ചോളാന്ന് പറഞ്ഞു. അത്രയും നമ്മളെ ഭയങ്കര ഒരു ടീം വർക്ക് അവിടെ ശരിക്കും നടക്കുന്നത്. പിന്നാമ്പുറ കാഴ്ചകൾ, ക്ലീശയുടെ പിന്നാമ്പുറ കാഴ്ചകൾ. ഓക്കെ, അത്ര തന്നെയുള്ളൂ. റാപ്പിഡ് ഫയർ അത്രയും തന്നെ ക്വസ്റ്റ്യൻസ് ഉള്ളൂ. വളരെ നന്ദി. ഇനി വേണമെങ്കിൽ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ഉത്തരം പറയാൻ അത് ഞാൻ പറഞ്ഞു കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ അത്ര അങ്ങനെ അല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ ആരാണ് കൂടുതൽ പൊസസീവ് എന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ ഒരു പൊസസീവ്നെസ് വരണമെങ്കിൽ പൊസസീവ്നെസ് എനിക്ക് ആണല്ലേ അങ്ങനെ തോന്നാറുണ്ടോ? ജയറാം വേറെ ആരോടെയും ക്ലോസ് ആവുമ്പോ അങ്ങനെ ഭയങ്കര അല്ല, പൊതുവേ ഞാൻ ഭയങ്കര പൊസസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ എന്റെ ആള് എന്ന് പറയുന്ന ആളെടുത്ത് ഞാൻ ഭയങ്കര പൊസസീവാണ്. അപ്പൊ ഞാൻ മനസ്സിൽ എനിക്ക് പൊതുവെ ഫ്രണ്ട്സ് കുറവാണ്. ഞാൻ പറഞ്ഞു നേരത്തെ സമ്പർക്കം ഇല്ലായ്മ. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന കുറേ ഒരു സംഭവം എനിക്ക് കുറേ ബിറ്റർ കാര്യങ്ങൾ തന്നിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഭയങ്കര പേടിയിലാണ് നിൽക്കുക, ആരുമായിട്ട് അടുക്കണ്ട എന്നുള്ളത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കര ഇതേപോലെ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഒരു ടെൻഷനും ഇല്ല, ഒരു ഇതും ഇല്ല. എന്നെ പറ്റി ഇനി പല പരദൂഷണം അപ്പുറത്ത് പോയി പറയുന്നുണ്ടോ അങ്ങനെയുള്ള ടെൻഷൻസ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ട് എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി അപ്പൊ തന്നെ പറയുന്നത്. പരദൂഷണ കുറ്റങ്ങളുണ്ടെങ്കിൽ എന്റെ മുഖത്ത് തന്നെ നോക്കി പറയുമല്ലോ. അപ്പൊ പിന്നെ ആ പ്രശ്നമില്ല, അപ്പുറത്തൊന്നും പോയി പറയേണ്ട ആവശ്യമില്ല, എന്റെ മുഖത്ത് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സണാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പൊസസീവ് ആണെന്ന് ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞ കേട്ടോ. ഇവനോട് പൊസസീവ് അങ്ങനെയല്ല. അപ്പം ചിലപ്പോ അതായിരിക്കും എനിക്ക് മറ്റേ ഒരു കാര്യം എന്റെ അടുത്ത് നിന്ന് മറച്ചു വെച്ചപ്പോ എനിക്ക് ഒരു ഇത് വന്നതാ. ഈ സബ്ജക്ട് ഞാൻ ഇപ്പഴാട്ടോ ഇവിടെ നിന്നാ പറയണത്. ഇവൻ ഇപ്പഴായിരിക്കും ഇതൊക്കെ കേൾക്കുന്നത്. അതെ, ആദ്യമായി ക്ഷമ തുറന്നു അപ്പൊ പ്രേക്ഷകര് അല്ല ഇപ്പൊ കൊറേ വീഡിയോസിന്റെ ക്യാപ്ഷൻസ് അങ്ങനെ വരുമല്ലോ. പക്ഷെ വീഡിയോയുടെ ഉള്ളിൽ ചെന്നാൽ ചിലപ്പോ അതായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ അത് ക്ലിക്ക് ബൈറ്റ് അതാണ് കേട്ടോ. അങ്ങനെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളൊന്ന് ആലോചിച്ചതായിരുന്നു പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ തമ്മിൽ ഹസ്ബൻഡും വൈഫാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് ക്ഷമ പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ വഴക്കായിട്ട്. അതെ, ഇവൻ നോന്ന് പറയും. നിങ്ങൾ ഇതാണോ ചോദിക്കുമ്പോ ഇവൻ നോന്ന് പറയും. നിങ്ങൾ റിലേഷൻഷിപ്പ് ആണോ? അപ്പൊ ഇവൻ നോ പറയും. അപ്പൊ ഞാൻ ആണല്ലേ, അത് ശരി, ഇങ്ങനെയാണ്. അല്ല എന്നോട് അങ്ങനെ അല്ലല്ലോ ജയറാം പറഞ്ഞിട്ട് പറഞ്ഞു പോകുമ്പോ കംപ്ലീറ്റ്ലി ഞാനെ ഞങ്ങള് സംസാരിക്കുമ്പോ അടുത്ത ഞാനൊക്കെ ഇതുണ്ട് അങ്ങനത്തെ ഒരു ഞങ്ങള് പിന്നെ വിചാരിച്ചതാ. അയ്യോ രക്ഷപ്പെട്ടു. അയ്യോ അങ്ങനെ ചിരിച്ചിട്ട് നല്ല ഭയങ്കര സൈഡ് രണ്ടും വന്നപ്പോ തൊട്ട് ചിരിക്കുകയാണല്ലോ. ഞങ്ങളുടെ ഒരു ഐശ്വര്യം. അതെ ശരി. ജയറാമിന്റെ ഈ ഒരു സൈഡ് അങ്ങനെ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ക്യാരക്ടർ ഓക്കെ, പക്ഷെ നമ്മൾ റിയൽ ആയിട്ടുള്ള ജയറാമിനെ നമ്മൾ സോഷ്യൽ മീഡിയയിലും അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ജയറാം ഇത്ര ഫണ്ണിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ആദ്യമൊക്കെ ഞാൻ ഭയങ്കര റിസർവ് ആണെന്ന് ചിലപ്പോ ചോദിക്കുന്നതിനെ ഉത്തരം പറയണം. പിന്നെ നമ്മൾ ഈ തമാശകൾ പറയുമ്പോൾ ചിലപ്പോ എല്ലാവരും ആ ഒരു സെൻസിൽ എടുക്കണമെന്ന്. അപ്പം ചെറിയ ചെറിയ ഡോസ് ഇങ്ങനെ കൊടുത്തു നോക്കും പരിചയപ്പെടുന്നവരായിട്ട്. അപ്പം അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ആ ഒരു വൈബ് പിടിക്കാന്നുണ്ട്. ചിലവർക്ക് അതങ്ങനെ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്കും പിന്നെ അവരുമായിട്ടൊരു നമുക്കൊരു ഇത് വരുമല്ലോ. അതുകൊണ്ട് ഒന്നിങ്ങനെ നോക്കി എല്ലാം ചെയ്ത് ഓക്കെ ആണെന്ന് അറിയെങ്കിൽ മാത്രമേ. ശരിയാട്ടോ, സെറ്റിൽ ഇപ്പൊ പുതിയ ആർട്ടിസ്റ്റ് ഒക്കെ വരുമ്പോഴൊക്കെ അങ്ങനെ അധികം കമ്പനി ആദ്യമൊക്കെ നടക്കുന്ന ഞാൻ കാണാറുണ്ട്. ചിലപ്പോ ഞാൻ പിന്നെ മൈൻഡ് ചെയ്യില്ല, എനിക്കറിയാം. ഞാൻ അങ്ങനെ നോക്കുമ്പോ ആവില്ല, മൈൻഡൊന്നുമില്ല, ഓക്കെ കാണാറുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇനി പുതിയ വർക്ക്സ് എന്തൊക്കെയാണ്? ഇപ്പൊ ഈ ക്ലീശ അല്ലാതെ വേറെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇപ്പത്തെ വിശേഷങ്ങൾ? കുറച്ച് വർക്കുകൾ ഓൺ ചെയ്തെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഞങ്ങളുടെ ഒരു കോമ്പോയില് ഞങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു സംഭവം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ അതിനുള്ള എന്താ പറയാ കാര്യങ്ങളിലാണ്
ചിക്കിച്ചകഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു ബാലകാണ്ഡം എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഇറങ്ങാണ്ട്, ചെറിയ ഓഫ് ബീറ്റ് മൂവിയാണ്. അങ്ങനെ ഉണ്ട്. പിന്നെ അങ്ങനെ ഒന്നുമില്ല അല്ലേ. പാവം നമ്മള് കണ്ടോണ്ടിരിക്കണവര് ഞങ്ങളെ വിളിക്കും. പക്ഷെ ക്ലീശ തന്നെ നിങ്ങൾ നോക്ക്, ക്ലീശ തന്നെ ഭയങ്കര സക്സസ് ആയിട്ട് നല്ല വ്യൂസ് ഉള്ള. അതെ അതെ, കൗമുദി തന്നെ ഞങ്ങളെ വെച്ചിട്ടൊരു പ്രോജക്റ്റ് അടുത്ത് ചെയ്യണേന്നാണ്. അതെ, കൗമുദി ഇത് കേക്കോ, കൗമുദി ഇത് കേക്കോ. കൗമുദി ഞങ്ങളെ വെച്ചിട്ടൊരു പ്രോജക്റ്റ്. ഞങ്ങൾക്ക് കുറെ ആൾക്കാരൊക്കെ ഫാൻസ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി പുതിയ പുതിയ നല്ല പ്രൊജക്ട്സ് വരട്ടെ. ഇനിയിപ്പൊ ചെയ്യുന്നത് ഇനിയും ഈ ക്ലീശ തന്നെ ഇനിയും ഒരു 10 വർഷം 15 വർഷമൊക്കെ പോട്ടെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ. ഉറപ്പായിട്ടും ഞാൻ എല്ലാ പ്രോജക്റ്റ് എന്ത് വരുമ്പോഴും ഞാൻ ക്ലീഷയുടെ ഡേറ്റ് സേഫ് ആക്കിയിട്ടാണ് ബാക്കി കൊടുക്കാറുള്ളത്. എനിക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ക്ലീഷ എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ്. എന്നെ ഒരുവിധം ഒരു ലെവലിലേക്ക് എത്തിച്ച ഒരു പ്രോജക്റ്റാണ്. അതിനോട് എനിക്ക് എപ്പോഴും നന്ദിയുണ്ട്. അതെ, അങ്ങനെ തന്നെ ഇനിയും നിങ്ങൾ തമ്മിലുള്ള കോമ്പോസ് ഇനിയും ഒരുപാട് സിനിമകൾ വരട്ടെ. അതെ, അതാണ് മെയിൻ കാര്യം. സിനിമകൾ വരട്ടെ, സിനിമ ചെയ്യണം, ഡയറക്ടേഴ്സ് കാണും, സിനിമ ചെയ്യണം. കാരണം എല്ലാവരും വന്ന് ചോദിക്കുന്ന ചേച്ചി എന്താ സിനിമയിൽ അഭിനയിക്കാത്ത, ചേച്ചി എന്താ സിനിമയിൽ അഭിനയിക്കാത്ത. സിനിമയിൽ അഭിനയിക്കാൻ ആരെങ്കിലും വിളിക്കാൻ. വീഡിയോസിന്റെ താഴെ അങ്ങനെ കമന്റ്സ് വരുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ സിനിമയിൽ എത്തുന്നു പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒക്കെ കാണാം. ഈ അടുത്ത് ഒരു കമന്റ് വന്നത് സമയം അതാണ്. അതെ, ഒരു കമന്റ് എന്താ, ഞാൻ ഏറ്റവും കൂടുതൽ സിനിമയിൽ കാണാൻ, സിനിമയിൽ തിളങ്ങുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖമാണിത് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് എന്നെ. ശരിക്കും ഈ പോസിറ്റീവ് കമന്റ്സ് കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡേ ഭയങ്കര പ്ലസന്റ് ആവില്ലേ അല്ലേ? അതാണ് നമ്മൾ നെഗറ്റിവിറ്റി ഇങ്ങനെ ജസ്റ്റ് റിമൂവ് ചെയ്യും. നെഗറ്റീവ് എനർജി. അതിനുവേണ്ടി അയാൾക്ക് എന്തോ കൊടുത്തു വാങ്ങിച്ചു. കണ്ടിട്ടില്ലേ കമന്റ്സ്? കണ്ടിട്ടില്ലേ? കുറെ കമന്റ്സ് വന്നിട്ടില്ലേ? ഇവർക്കൊക്കെ ഞാൻ ഈ കാശില്ലാത്തപ്പോ ഞാൻ അവർക്കൊക്കെ കാശ് അയച്ചു കൊടുത്ത് നിങ്ങൾ കമന്റ് ഇടുന്നു പറയാം. അതാണ് ഈ ക്ഷമയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അഭിനയിച്ച് വരുന്ന വരുമാനം ക്ഷമയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കൊടുത്തിട്ടില്ല. കാരണം ഇങ്ങനെ തന്നെ ഓരോ അക്കൗണ്ടുകള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജയറാം പറയുന്നത് ആൾക്കാർ വിചാരിക്കുന്നത് സത്യം നല്ല കേട്ടോ, ചുമ്മാ പറയാ. ജയറാം ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് പറയുന്നു. ആന്ന്, ഇതാണ് ഇവന്റെ ജയറാം ഇതൊരു ഇന്റർവ്യൂ ആണ്, അതിനനുസരിച്ച് ഞാൻ സത്യം പറഞ്ഞു. അപ്പൊ അങ്ങനെ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷെ അതിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നു. ഞാൻ റിപ്ലൈ കമന്റ് കൊടുക്കാറുണ്ട്, സിനിമയിൽ കയറാൻ, ഞാനും സിനിമയിൽ കയറാൻ. അപ്പൊ അവിടെ ഒരു ഇതായില്ലേ, അപ്പൊ അത് കാണുന്നവര് എന്ത് വിചാരിക്കും? പക്ഷെ ജയറാമിന്റെ വീഡിയോസിന്റെ താഴെ അങ്ങനെ കമന്റ്സ് വരുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ അതും അങ്ങനെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോ ഞാനും നോക്കണമല്ലോ. ഓക്കെ ഓക്കെ, അങ്ങനെ നല്ല ശരിക്കും ഇത് കഴിഞ്ഞിട്ട് ഇവനെ അടുത്തത് ഇടിച്ചിടുന്ന ഒരു സീനാണ് ഗൈസ്. അത് മറ്റേ ഹനുമാന്റെ വധം എന്ന് പറയുന്ന കീചകവധം. കീചകവധം. ഓക്കെ, അപ്പം ഭയങ്കര സന്തോഷം. നല്ലൊരു സെഷന്. ചുമ്മാ ചിരിക്കും. എനിക്ക് സത്യമായിട്ട് ഇവരെ പിടിച്ച് എല്ലക്കാൻ തോന്നുന്നുണ്ട്. ജയറാമിന്റെ ഫേസ് ഇങ്ങനെ ക്ലോസ് അപ്പ് സൂം ചെയ്ത് കാണിക്കും. ഇത് റെക്കോർഡ് ആവുന്നോണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. കട്ട് ചെയ്യുമല്ലോ. അതെ, ഓക്കെ അല്ലേ? ഞാനൊക്കെയാണ്. അല്ല, ജയറാം ഓക്കെ അല്ലേ? അടുത്തിരിക്കുന്ന ആളത്. അപ്പോ ഞങ്ങളുടെ എന്നിട്ട് ഞാൻ ഇവരെയും കൂടെ കൂട്ടുപിടിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെയും എന്താ പറയാ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. സിനിമ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എല്ലാവരും സ്ട്രഗിൾ ചെയ്താണ് വരുന്നത്. അപ്പൊ ഞങ്ങളും കുറച്ച് അതിൻ്റെതായിട്ടുള്ള ഇതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പറയുമ്പോൾ എന്തെങ്കിലും അത് ശരിയാവും, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു ചോദിച്ചോക്കട്ടെ, ഇപ്പൊ നമ്മള് ആൾക്കാർ പറയുമല്ലോ ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടെ ഉണ്ടെന്ന്, നിങ്ങൾക്ക് അങ്ങനെ ശരിക്കും തോന്നുന്നുണ്ടോ? ചിലർ പറയും ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോഴാണ് സക്സസ്ഫുൾ. യോഗം സമയം എന്നൊക്കെ പറയണതുണ്ട്. അത് ഈ നമ്മൾ ഈ ഫീൽഡ് കുറെ പേര് പറയും നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് അത് നോക്കുന്നതാണ്. അങ്ങനല്ല, ഹാർഡ് വർക്ക് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. അത് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ കൂട്ടത്തിൽ ഈ കുറച്ച് കാര്യങ്ങളും കൂടെ വേണം. അല്ലാതെ എന്ത് ചെയ്തിട്ട് ഇന്ന് എത്രയോ പേര് ഫീൽഡിൽ പണ്ട് മുതലേ ഇപ്പോഴും ആ ഒരു സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഒരുപാട് കഴിവുള്ള പിള്ളേരും ഉണ്ട്, ആൾക്കാരും ഉണ്ട്. പൃഥ്വിരാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എന്നെക്കാളും ചെയ്യുന്നവർ പുറത്തുണ്ട്. പക്ഷെ അത് അവർക്ക് ഇതിൽ വരുന്ന ആ ഒരു സമയം കാര്യങ്ങൾ കാരണം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു ലക്ക് കാര്യങ്ങൾ മാജിക്കൽ വേൾഡ് ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതിലേക്ക് എത്താന്ന് പറയുന്നത് ഹാർഡ് വർക്ക്. ചിലവര് വരുന്നുണ്ട് അതുപോലെ തന്നെ പോകുന്നുണ്ട്, ചിലവര് വരുന്നുണ്ട് ഈ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റണം, ചിലവര് കുറെ നാൾ കാണത്തില്ല കുറച്ച് മുമ്പ് വരുന്നുണ്ട്.
അതൊക്കെ ഒരു സമയം കാര്യം തന്നെയായിരിക്കും. അപ്പൊ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു, ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ തന്നെയായിരുന്നു. കിട്ടിയല്ലോ അല്ലേ, സന്തോഷമായി. നോക്കിയപ്പോ ആദ്യം മുതൽ തന്നെ ഞാൻ ഈ ചിരിയായിരുന്നു. അതെ, ഞാൻ ശരിക്കും എനിക്ക് രണ്ട് സൈഡ് ഇങ്ങനെ വേദന എടുക്കാണ്. എനിക്ക് ഇഷ്ടമാട്ടോ, എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പൊ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടിരുന്ന് സംസാരിക്കും. ഞാൻ ഒരുപാട് സംസാരിക്കും, ഞാൻ കുറെ ചിരിക്കും, ചുമ്മാ ചിലപ്പോ ചുമ്മാ ഒക്കെ ചിരിക്കും ഞാൻ. നല്ലതല്ലേ ചിരിക്കുന്നത്? അതെ, ഇങ്ങനെ ചുമ്മാ മുഖത്തൊക്കെ ഇപ്പൊ ജയറാമിനെ നോക്കുമ്പോ എനിക്ക് ചിരി വരും. അതും പറഞ്ഞു, ജയറാമിനെ നോക്കുമ്പോ എനിക്ക് ചിരിയാണ് പറഞ്ഞത്. ആദ്യം എന്നെ കഷണ്ടിന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോ ജയറാമിന്റെ മോൻ നോക്കുമ്പോ എനിക്ക് ചിരി വരണം. അങ്ങനെയല്ല, അത് പോസിറ്റീവായിട്ട് പറഞ്ഞതാണ്. എന്നിട്ട് എല്ലാത്തിനും ലാസ്റ്റ് പോസിറ്റീവ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് അങ്ങനെ തന്നെ വേണോ? എനിക്ക് അങ്ങനെ തന്നെ വേണം. എനിക്ക് സന്തോഷം. അങ്ങനെയൊന്നല്ല കേട്ടോ, ഞാൻ ആ കച്ചടിയുടെ കാര്യം ചോദിച്ചെന്താ അറിയാം, റീസെന്റ് വിഷമിക്കണ്ട, ഒട്ടും വിഷമിക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി. പറഞ്ഞ ഔട്ടോ ഇടയ്ക്ക് എന്നെ നോക്കിയാ എനിക്ക് കാണിക്കാറുണ്ട് എന്തൊക്കെയോ കൂടോത്രൊക്കെ. തിരുവനന്തപുരത്തൊന്നും എന്നെ ഇതുവരെ വിളിച്ച അയ്യോ, ചിരിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ, അല്ലെ ഞാനിപ്പോ സെറ്റ് ഞാൻ സീരിയസ് ആയത്. അങ്ങനെ കൂളാണ്, വളരെ കൂളാണ്. അല്ല, ഒരിക്കലും ഒരാളെ ബോഡി ഷേമിങ് ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ സീരിയസ് ആയിട്ട് എടുത്താ അല്ല, ഇല്ല, അതിന് ഞാൻ ഇല്ല, ഞാൻ അതാ ഞാനും ചിരിച്ചു. അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വേണേ കരയിപ്പിച്ച് തരാന്ന്. വേണ്ട, അതെ, ആങ്കറിനെ കരയിപ്പിച്ചു. വേണ്ട വേണ്ട. എന്തായാലും ഞങ്ങൾക്ക് നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോ എന്താ പറയാ, കൂളായിട്ടാണ് നമ്മൾ അറ്റൻഡ് ചെയ്തത്, വളരെ കൂളായിട്ട്. ഇതിന്റെ ഇടയിൽ ഒരു ചോദ്യം ചെയ്യട്ടെ, പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, നിങ്ങൾ ബിഗ് ബോസിൽ കോൾ തന്ന പോകുമോ? സമാധാനത്തോടെ എനിക്ക് ഇഷ്ടാട്ടോ, പക്ഷെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്തായാലും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല, അതാ ചോദിച്ചത്. ബിഗ് ബോസിനെ പറ്റി പറഞ്ഞ ഒരു കാര്യം പറയട്ടെ. എന്റെ സ്വഭാവം വെച്ച് എനിക്ക് ബിഗ് ബോസ് പറ്റില്ല, കാരണം ഞാൻ എല്ലായിടത്തും ഒരുപോലെ ടാസ്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നുണ്ട്. എനിക്ക് അതിന് ചിലപ്പോ എന്റെ ഒരു സ്വഭാവത്തിന്റെ ആ ഒരു നേച്ചർ വെച്ച് ചിലപ്പോൾ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ബിഗ് ബോസ് ഇപ്പൊ അങ്ങനെയല്ല, അതൊരു നല്ല ഷോ ആണ്. അതിൽ വിൻ ചെയ്ത് വരണം, ഓരോരോ ടാസ്ക് കൊടുക്കുമ്പോൾ വിൻ ചെയ്ത് വരണം. പക്ഷെ ചില ടാസ്കുകൾ അങ്ങനെ നമ്മുടെ ഒരു ബേസിക് നേച്ചറും കാര്യങ്ങളുണ്ടല്ലോ, അത് മാറി കളിക്കണം എന്നാണല്ലോ പറയുന്നത്. അതിലെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയണത്. എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസിനെ പറ്റിയിട്ട്, ഞാൻ കിടപ്പിലായി എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് സീസൺ ഉണ്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, കംപ്ലീറ്റ്ലി ഒറ്റയ്ക്കായിരുന്നു ഫ്ലാറ്റിൽ. അപ്പം എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പരിപാടി തന്നെ ഈ ബിഗ് ബോസ് ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ ലഹളബഹളയുടെ ഇടയിൽ വളർന്നിട്ടുള്ള ഒരാളാണ്. ചേച്ചിമാരും അമ്മയൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര രസമായിരുന്നു. അപ്പം ഞാൻ ഒറ്റപ്പെട്ട സമയത്ത് ഭയങ്കര സൈലന്റ് ആയിപ്പോയി, മൊത്തം ലൈഫേ സൈലൻസ്. ഞാനിങ്ങനെ കിടക്കുന്നു, മൊത്തം ഡാർക്ക്. ആ സമയത്ത് ഈ സംഭവം വയ്ക്കുമ്പോൾ അവിടെ കിടക്കുന്ന ഈ ബഹളവും കളി ചിരി അടി മാത്രമല്ലല്ലോ, അവരുടെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതെന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു വീട്ടിൽ കുറെ ആളനൊക്കെ ഉള്ള പോലെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് മുതൽ ഞാൻ ബിഗ് ബോസ് കാണുന്നതാ, എല്ലാ സീസണും മുടങ്ങാണ്ട് കാണുന്ന ഒരാളാണ്. എനിക്ക് പോവാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, എനിക്ക് അവിടെ പോയി സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. ഇനി അഥവാ ഞാൻ പോയിരുന്നാലും ആദ്യം തന്നെ ഞാൻ തിരിച്ചു വരും. അങ്ങനെ പറഞ്ഞു പോയവരാണ് പിന്നീട് കപ്പടിച്ച് വന്നിട്ടുള്ള ചില ആൾക്കാര്, പറയാൻ പറ്റില്ല. ചിലപ്പോ തിരിച്ചാണെങ്കിലും ആവായിരിക്കും, ചിലപ്പോ ആ ഒരു നേച്ചറിൽ തന്നെ പോകുമ്പോ അങ്ങനെ ആവായിരിക്കും. ഒരു സീസണിൽ എന്നെ വിളിച്ച് ഒരു ഇന്റർവ്യൂവിന് ഒരു ഓഡിഷന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പ്രവീൺ സാർ പറഞ്ഞിട്ട്. അപ്പോൾ ചെന്നപ്പോൾ ആ സമയത്ത് ഞാൻ കിടപ്പിലായ സിറ്റുവേഷനിൽ നിന്നാണ് പോകുന്നത്. അപ്പം ഉറപ്പായിട്ട് ഞാൻ ഞൊണ്ടിയാ വരുന്നത്. റിജക്റ്റ് അല്ല, ഞാൻ പറഞ്ഞതാണ് എൻ്റെ അവസ്ഥ. എനിക്ക് എന്നെ വിളിച്ച് പറഞ്ഞ സാറിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ലായിരുന്നു, സാർ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ, നേരിട്ട് പോയിട്ട് തന്നെ അത് മനസ്സിലാക്കി കൊടുക്കാം. അങ്ങനെ അത് പോയി. ചിലപ്പോൾ ഞാൻ റിജക്റ്റും ആയിട്ടുണ്ടാവാം. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ബിഗ് ബോസിന്റെ സ്ഥിരം പ്രേക്ഷകയാണ്. ഇപ്പൊ എനിക്ക് ഈ അസുഖം ഉണ്ടല്ലോ, അപ്പൊ അത് എത്രത്തോളം ഇനി വിളിച്ചാലും പോവാൻ പറ്റുമോ, സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല, ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഈ ലാലേട്ടൻ അല്ലെങ്കിൽ പിന്നെ അതിനെ പറ്റിയ ഒരു ഹോസ്റ്റ് വേറെ ആരെയും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാൻ പോലും പറ്റില്ല. എനിക്ക് പിന്നെ പുള്ളി മരിച്ചപ്പോ ഭയങ്കര ഷോക്കായിരുന്നു. നമ്മുടെ CJ റോയ് അല്ലേ, കോൺഫിഡന്റ് ഗ്രൂപ്പ്. എനിക്ക് ഭയങ്കര, ഞാൻ ലൈക്ക് എൻ്റെ ആരോ എന്തോ പറ്റി, ക്ലോസ് ആയിട്ടുള്ള ഏതോ ഒരാൾക്ക് എന്തോ പറ്റിയ പോലെ ഞാൻ ഭയങ്കര അയ്യോ എന്നുള്ളൊരു അവസ്ഥയിലായിപ്പോയി. കാരണം നമ്മൾ എല്ലാ വർഷവും പുള്ളിനെ ഇങ്ങനെ കാണുന്നതല്ലേ, ലാസ്റ്റ് ഭയങ്കര സങ്കടമായിപ്പോയി. നമുക്ക് വേറെ എന്തോ ഒരു കാര്യം അറിയണ്ടല്ലോ, നമ്മുടെ പ്രോജക്റ്റിന് ക്ലീഷേ ബട്ട് ക്ലീഷേ, ആ ഒരു പേര്
പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു എന്താ പറയാ അറിയില്ല, കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ ആണ്. ഞങ്ങള് എന്നെയൊക്കെ കൗമുദി ചേച്ചി എന്നൊക്കെയാ വിളിക്കുന്നത്. പുറമേന്ന് കണ്ടു കഴിഞ്ഞാൽ കൗമുദി ചേച്ചി അല്ലേ എന്നാ പറയുന്നത്. അപ്പൊ ആ പ്രോജക്റ്റിന്റെ പേര് ചിലപ്പോ പേര് മാറിയൊക്കെ പറയും, SKG എന്നൊക്കെ പറയാറുണ്ട്. അപ്പം എനിക്ക് അതൊന്ന് പറയണമെന്നുണ്ട്. ഇത് നോട്ട് ക്ലീഷേ ബട്ട് ക്ലീഷേ, ഇതാണ് നമ്മുടെ ഷോയുടെ പേര്. ബൈ കൗമുദി TV. യെസ്, ബൈ കൗമുദി TV. എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. ഓക്കെ റെക്കോർഡഡ് ആയിരുന്നല്ലോ അല്ലേ? ആണല്ലോ അല്ലേ? ആണല്ലോ അല്ലേ? ഓക്കെ ശരി. കഴിഞ്ഞില്ലേ? ശരി. ഇനി ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യണ്ടേ? ഓക്കെ, ആദ്യം ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്തായിരുന്നു, പക്ഷെ Okay. അപ്പൊ നീ ഇനി ശരിക്കും സീരിയസ് ആയി കൺക്ലൂഡ് ഇനി ഞാൻ സീരിയസ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യാണ് ഗൈസ്. ഓക്കെ, എന്തായാലും ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇനി സിനിമയുടെ ഇന്റർവ്യൂസിന് ഇനിയും കാണട്ടെ. ഇനി നിങ്ങളിങ്ങനെ പുതിയ പുതിയ പ്രസ് മീറ്റിലൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കട്ടെ. താങ്ക് യു. നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള പ്രസ് മീറ്റ് കേട്ടോ. അത് സിനിമയുടെ റിലീസായിട്ട് ഇപ്പൊ റിലേറ്റഡ് ആയിട്ടുള്ള പ്രസ് മീറ്റ്സിലൊക്കെ ഇനി സിനിമ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റട്ടെ. സിനിമയിൽ അഭിനയിക്കണം. അതെ, സിനിമ വരട്ടെ, വരും. മാനിഫെസ്റ്റേഷൻ. അപ്പൊ ഒത്തിരി ചിരിച്ച ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇത്. എന്തായാലും കാണുന്ന പ്രേക്ഷകർക്ക് ഒത്തിരി ചിരിക്കാനുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരിക്കും ഇത്. അപ്പൊ ഒത്തിരി സന്തോഷം. നമുക്ക് വേണ്ടി ഇത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതിന്. ഒത്തിരി തിരക്കായിരിക്കും. അതിന്റെ ഇടയിലും ഇവിടെ വന്ന് നമ്മളോട് സംസാരിച്ചതിന് റിയൽ ആയിട്ട് തോന്നുന്നത് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.